നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവസന്നിധിയിൽ കടന്നു വന്ന് വിശുദ്ധന്മാരോട് കൂടെ ദൈവവചനം ശുശ്രൂഷിക്കുവാൻ കർത്താവ് തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് നാം പ്രവാചകന്മാരെക്കുറിച്ചും അല്ലെങ്കിൽ പുതിയ നിയമസഭയിലെ പ്രവാചക ശുശ്രൂഷ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു പോവുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അനുബന്ധമായ പല കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ചൊക്കെ വ്യാപകമായ ചോദ്യങ്ങളും ഡിസ്കഷനുകളും ഒക്കെ വന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്കൊരു മറുപടി പോലെ പറയേണ്ടതുണ്ടെന്ന് എന്നാണ് എൻ്റെ ഒരു ചിന്ത. അതായത് ഈ പ്രസംഗമൊക്കെ കേൾക്കുന്നവരെല്ലാം നമ്മുടെ സഹോദരങ്ങളല്ലേ. അവരേത് രാജ്യത്തിലോ ഏത് ദേശത്തോ അതൊന്നും നമുക്ക് വിഷയമല്ല. അങ്ങനെയുള്ള സഹോദരങ്ങൾ കാര്യങ്ങളുടെ ഒരു ശരിയായ നിജസ്ഥിതി മനസ്സിലാക്കാതെ മുൻപോട്ട് പോയിട്ട് അവർ വെളിപ്പാട് പുസ്തകം പഠിപ്പിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വലിയ ഘനമുള്ള പുസ്തകം പഠിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. ഏറ്റവും ലളിതമായ അടിസ്ഥാനപരമായ പ്രാക്ടിക്കൽ ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഗ്രഹിക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് എന്തും പ്രസംഗിക്കാം. എന്തും മീൻസ് എന്തും എന്നല്ല, അത് കഴിഞ്ഞാൽ നമുക്ക് ഗൗരവമായ കാര്യങ്ങളൊക്കെ പ്രസംഗിക്കാൻ കഴിയും, അവർക്ക് ഗ്രഹിക്കാൻ കഴിയും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അപ്പോൾ നമ്മുടെ പ്രസംഗങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അവർ കാര്യങ്ങളെ ഗ്രഹിക്കില്ല. കഴിഞ്ഞ 1-2 ആഴ്ച നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ നമ്മുടെ സഹോദരങ്ങൾ കഴിഞ്ഞ 1-2 തവണ നമ്മൾ പ്രസംഗിച്ച ആ പ്രസംഗങ്ങളുടെ ചില പ്രസക്ത ഭാഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ സഹോദരങ്ങൾ അപ്ലോഡ് ചെയ്യാനിടയായിട്ടുണ്ട്. അപ്പോൾ അത് ധാരാളം പേര് കാണുന്നു, കേൾക്കുന്നു. അവിടെ ആവുമ്പോൾ അവർക്ക് അവരുടെ ഹൃദയം തുറന്നവർക്ക് അവരുടെ കമൻസൊക്കെ ഇടാൻ കഴിയും. അങ്ങനെ വ്യാപകമായ നിലയിൽ കമൻസും കാര്യങ്ങളുമൊക്കെ വരികയുണ്ടായി. അങ്ങനെ വന്ന പല കമൻസും അതിൽ ചിലതൊന്നും അങ്ങനെ മറുപടി പറയാൻ പാകത്തിനുള്ളതല്ല. എന്നാൽ ചില കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടതാണ്. കാരണം സ്റ്റാൻഡേർഡായിട്ട് തന്നെയാണ് അവർ കാര്യങ്ങളെ ചോദിക്കുന്നതും. അല്ലെങ്കിൽ വലിയ അവ്യക്തതകളുണ്ട് പല കാര്യത്തിലും ആളുകൾക്ക്. അപ്പോൾ ആ അവ്യക്തതകൾ ക്ലിയർ ചെയ്യാൻ പാകത്തിന് മറുപടികൾ പറയേണ്ടതുണ്ട്. ആ കൂട്ടത്തിൽ നമ്മളുടെ ഇടയിലൊക്കെ വരുന്ന ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, അവരുടെ ഒരു ചെറിയ ഗ്രൂപ്പുണ്ട് സഹോദരന്മാരുടെ. പല രാജ്യങ്ങളിലിരിക്കുന്ന സഹോദരന്മാരാണ്. അവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല, വളരെ കുറച്ച് പേരേ ഉള്ളൂ. എന്തായാലും ഒരു 10 പേര് താഴെയാണ്. അവർ ഈ കഴിഞ്ഞ 2 ആഴ്ചത്തെ പ്രസംഗങ്ങൾ കേട്ടപ്പോൾ അതിനെക്കുറിച്ച് അവരൊരു ചർച്ച തന്നെ വെച്ചു. അതായത് കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ ഇങ്ങനെ പറഞ്ഞു പോയ കൂട്ടത്തിൽ നമ്മൾ 84 സങ്കീർത്തനത്തിൻ്റെ 11-ാം വാക്യത്തിൽ നിന്ന് ആ വാക്യത്തിലെ ഒരു സെൻറ്റൻസ് മാത്രം പുറത്തെടുത്തുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. ആക്ച്വലി 84-ാം സങ്കീർത്തനത്തിൽ നിന്ന് സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു എയിം അല്ലായിരുന്നു. നമ്മൾ അങ്ങനെ ഒരു പ്രസംഗത്തിലല്ലായിരുന്നു. പ്രവാചകന്മാരെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. വിശേഷാൽ കഴിഞ്ഞ ആഴ്ച ഹഗായിയെയും സെക്കരിയാവിനെയും മുൻനിർത്തിയാണ് സംസാരിച്ചത്. അതായത് പ്രവാസത്തിൽ കിടക്കുന്ന ജനം മടങ്ങി വന്നതിന് ശേഷം യെരുശലേമിൽ ആലയം പണിയുന്നു, അതിൻ്റെ മതിൽ പണിയുന്നു. ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ദൈവത്താൽ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ആളുകളാണ്. അതായത് ആലയം പണിക്ക് സെരുബാബേലും പിന്നെ യോശുവയും, അങ്ങനെ അവർ 2 പേരെ അതിന് നിയോഗിച്ചു. അവർ വന്ന് പണി ആരംഭിച്ചു. ആ പണി പെൻഡിങ്ങിലായിപ്പോയി. അതിന് ചില തടസ്സങ്ങൾ വന്നു. അപ്പോൾ ആ തടസ്സങ്ങളെയൊക്കെ നിവൃത്തി അതിൻ്റെ പണിയിലേക്ക് വരാൻ കുറേ കാലമെടുത്തു. അപ്പോൾ ആ തടസ്സങ്ങൾ വന്ന കാലഘട്ടത്തിൽ ഇവരിങ്ങനെ നിരാശപ്പെട്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തൻ്റെ ദാസനായ ഹഗായിയെ പ്രവചന ദൗത്യവുമായിട്ട് അവരുടെ നടുവിലേക്ക് അയച്ച് അവരെ ഉണർത്തുകയാണ്. അങ്ങനെ ഉണർത്തപ്പെട്ട അവർ ചാടി എഴുന്നേൽക്കുന്നു. അങ്ങനെ അവർ ദൈവത്തിൻ്റെ വേലയിൽ കർത്താവിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ചുമൽ കൊടുക്കുകയാണ്. യോശുവ എന്ന് പറഞ്ഞാൽ മഹാപുരോഹിതനാണ്. പിന്നെ സെരുബാബേൽ അവരുടെ ലീഡറാണ്. അപ്പോൾ അങ്ങനെ അവർ ആ ഉദ്യമത്തിൽ ഉത്സാഹികളായി പണി പൂർത്തീകരിക്കുന്നു. അപ്പം അവിടെ ഒരു പ്രവാചക ദൗത്യം നമ്മൾ കണ്ടു. അതൊരു ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ആ പ്രവാചകൻ ഉത്സാഹിച്ചത്. അതിനോടനുബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നത്തേതിൽ സെക്കരിയാവ് അതുപോലെ തന്നെ അവരെ ഉണർത്തി. അത് കഴിഞ്ഞ് നമ്മൾ നെഹമ്യാവിനെ കണ്ടു. നെഹമ്യാവിൻ്റെ സമയത്ത് മതിൽ പണിയുന്ന കാര്യം, അതിനെക്കുറിച്ച് നമ്മളങ്ങനെ അധികമൊന്നും പറഞ്ഞില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ ഈ എസ്രായുടെ പുസ്തകത്തിൽ നിന്ന് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഈ പ്രവാചകന്മാരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോകുന്നതിന് മുൻപ് അതിന് മുൻപുള്ള ആഴ്ചയിൽ വന്ന ചോദ്യങ്ങൾക്കൊക്കെ ഒരു ചെറിയ മറുപടി പറഞ്ഞു തുടങ്ങി. ചെറിയ മറുപടി പറഞ്ഞു തുടങ്ങിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആരംഭ സമയത്ത് നമ്മൾ പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ പഴയ നിയമ ഭാഗങ്ങൾ മനസ്സിലാക്കാതെ പലരും
ആ ഭാഗങ്ങളെ അടർത്തിയെടുത്തുകൊണ്ട് വന്ന് അവർക്ക് ബോധിച്ചതുപോലെ ആ കാര്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ മുൻപോട്ട് പറഞ്ഞു പോയ കൂട്ടത്തിൽ നമ്മൾ സദൃശ്യവാക്യങ്ങൾ അഥവാ പ്രൊവേർബ്സിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് വിശദീകരിച്ചു. അത് ഒന്ന് വിശദീകരിച്ചു പോയി ശരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഈ സാംസ് 84 നിന്ന് ഒരു സെൻറ്റൻസ് പുറത്തെടുത്തത്. 84 സങ്കീർത്തനത്തിൽ നിന്ന് ആ സെൻറ്റൻസ് പുറത്തെടുത്ത് അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അല്ല ശ്രമിച്ചത്, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു പോയതാണ്. എന്നാൽ മുൻകാലത്ത് നമ്മൾ 84 സങ്കീർത്തനത്തിലെ ആ വാക്യം എടുത്ത് സവിസ്തരം പറഞ്ഞിട്ടുണ്ട്. അതായത് മറുചോദ്യം ഒന്നും ചോദിക്കാൻ പറ്റാത്ത രീതിയിൽ പറഞ്ഞ മെസ്സേജുകളുണ്ട്. ഇവിടെ അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് ആ സങ്കീർത്തനത്തിൽ നിന്നൊരു പ്രസംഗം അല്ലായിരുന്നു നമ്മൾ പ്രസംഗിച്ചത്. ഈ സദൃശ്യവാക്യത്തിൽ പറയുന്ന ആ കാര്യത്തിൻ്റെ ഒരു പൂർത്തീകരണത്തിന് ഇതൊന്ന് സ്പർശിച്ചെന്ന് മാത്രം. സദൃശ്യവാക്യം 22 പറയുന്നത് താഴ്മയ്ക്കും യഹോവഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമുണ്ട്. ജീവനൊക്കെ അവിടെ കിടക്കട്ടെ. ധനവും മാനവും, ജീവനേക്കാൾ വലുതാണ് ധനവും മാനവും. അപ്പോൾ അങ്ങനെ ആധുനിക പെന്തക്കോസ് ലോകത്ത് അത് ഏത് തരത്തിലുള്ളവരാണേലും ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരാണേലും ഇങ്ങനെയൊക്കെ ഒരു വാക്യം കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ വാക്യം മാത്രം അടർത്തിയെടുക്കും. ഈ സദൃശ്യവാക്യങ്ങളിൽ വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ, അല്ലെങ്കിൽ സമാനമായ കാര്യങ്ങൾ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഒക്കെ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നൊന്നും നോക്കാതെ ജസ്റ്റ് ആ ഒരു വാക്യം മാത്രം പുറത്തെടുത്തിട്ട് അതിൻ്റെ വിശദീകരണം ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ധനവും മാനവും ഉണ്ടെന്ന്. അപ്പോൾ ആ കാരണത്താൽ നമ്മൾ വിശ്വസിക്കുക. പിന്നെ അതിന് വേറൊരു മേമ്പടി ഇടും, വിശ്വസിക്കുക, ഉറയ്ക്കുക, അവിശ്വാസിയാകരുത്. ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. കിട്ടും, ചോദിച്ചോ പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞ ആളുകളെ ഹൈലി ഇമോഷണലായിട്ട് അങ്ങ് തള്ളിവിടും. അതായത് അതിവൈകാരികമായി അവരെ അങ്ങ് തള്ളിവിടും. അവരപ്പോൾ അതങ്ങനെ വിശ്വസിക്കും, കിട്ടും വരും പോകും എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ ഈ വിഷയം നമ്മൾ ഇങ്ങനെ വിശദമാക്കിക്കൊണ്ടിരുന്നപ്പോൾ ചേർത്താണ് 84 സങ്കീർത്തനം പറഞ്ഞത്. ഈ വിഷയം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. അതിന് നല്ല മനോഹരമായൊരു കമൻറ്റ് തൃശ്ശൂർ ജില്ലയുടെ ഏതാണ്ട് ഒരു തെക്ക് പടിഞ്ഞാറ് സൈഡിൽ നിന്ന് അങ്ങനെ ഒരു ഉപദേശിയാന്നാണ് പുള്ളി പറയുന്നത്. അത് ശാസ്ത്രലോകവും ആത്മീയ ലോകവും പിന്നെ സെക്യുലർ വേൾഡൊക്കെ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പുള്ളി പറയുന്നത് താനൊരു പാസ്റ്ററാന്നാണ്. തൻ്റെ കൂടെ കുറേ ആൾക്കാരും ഉണ്ടെന്ന് പറയുന്നു. അത് ചിലപ്പോൾ സത്യമായിരിക്കാം, ചിലപ്പോൾ അങ്ങനെ ആകാൻ സാധ്യതയുണ്ട്. പുള്ളി പറയുന്നത് ഈ പ്രസംഗിച്ച ഞാനൊരു സ്വയപ്രശംസയ്ക്ക് വേണ്ടിയല്ല അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിന് അങ്ങനെ സംശയം തോന്നാൻ കാരണമായത് അവിടെ ഞാൻ 2-3 സെൻറ്റൻസ് പറഞ്ഞു. അതായത് പല ചർച്ചകളിലും പല ശുശ്രൂഷകരും കടന്നു വന്നിട്ട്, അതിന് ഞാൻ പറഞ്ഞ വാക്ക് ഈ ഗസ്റ്റ് പാസ്റ്റർ എന്നുള്ള പേരിൽ, അതായത് വരത്തന്മാരായ ആളുകൾ, പാസ്റ്റർമാരോ പ്രവാചകന്മാരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിലരെ നമ്മൾ ഫ്രീ ലാൻസ് എന്നൊക്കെ വിളിക്കാം. അപ്പോൾ അങ്ങനെ അവർ വന്ന് ഈ പഴയ നിയമ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ അടർത്തിയെടുത്തിട്ട് ഇങ്ങനെ ശുശ്രൂഷിക്കും, സംസാരിക്കും, പ്രസംഗിക്കും. അപ്പോൾ അത് കേട്ട് ഇതിൻ്റെ ഗൗരവം അറിയാത്ത വിശ്വാസികൾ, അതായത് പുതിയ നിയമസഭയിൽ വചനം എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നുള്ള കാര്യങ്ങൾ അറിയാത്ത സാധുക്കളായ വിശ്വാസികൾ അത് ഏറ്റെടുക്കും, അല്ലെങ്കിൽ അവരത് വിശ്വസിക്കും. പാവങ്ങൾ അവരുടെ ജീവിതത്തിലെ വിലപ്പെട്ട സമയങ്ങൾ വേസ്റ്റാക്കി കളയും. അപ്പോൾ ഇങ്ങനെ വന്ന് പ്രസംഗിക്കുന്ന പ്രസംഗകരിൽ നിന്നൊക്കെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഒത്തിരി സഹോദരങ്ങൾ കണ്ണു തുറക്കപ്പെട്ടവരായി പുറത്തേക്ക് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതായത് നമ്മൾ പുതിയ നിയമത്തിൽ നിന്ന് പ്രസംഗിക്കണം, സുവിശേഷം തറവായ ആളുകൾക്ക് കൊടുക്കണം, പിന്നത്തേതിൽ ലേഖനങ്ങളിൽ നിന്ന് അതിൻ്റെ ആഴങ്ങൾ ജനത്തിന് മുമ്പാകെ അവതരിപ്പിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ അധികവും പഴയ നിയമത്തിൽ നിന്നാണ് പ്രസംഗിക്കുന്നതെന്ന്. പക്ഷേ നമ്മുടെ പ്രസംഗങ്ങളെല്ലാം പുതിയ യെരൂശലേമിലാണ് വന്ന് അവസാനിക്കുന്നത്. അത് ആ പ്രത്യാശയുടെ തുറമുഖത്താണ് എത്തിച്ചേരുന്നത്. അല്ലാതെ പ്രസംഗങ്ങളൊന്നും പഴയ നിയമത്തിൽ തന്നെ അവസാനിക്കുന്നില്ല എന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ എന്നെ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ പഴയ നിയമത്തിലെ അനേക വാക്യങ്ങളും അനേക പുസ്തകങ്ങളും ധാരാളമായി പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക നിമിത്തം നമ്മുടെ ഒത്തിരി സഹോദരങ്ങൾക്ക് ആ ഭാഗങ്ങളൊക്കെ നല്ല നിലയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ നടുവിൽ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് കാര്യങ്ങളെ മനസ്സിലാകും. അവരത് അംഗീകരിക്കില്ല. അവരപ്പോൾ അത് ഈ പ്രസംഗികളോട് പിന്നീട് സാവകാശം കിട്ടുമ്പോൾ ഒക്കെ ചോദിക്കുന്ന ഒരു നില, അതങ്ങനെയല്ലല്ലോ എന്ന് പറയാൻ പാകത്തിന് അവർ പ്രാപ്തരായി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനാണ് ആളുകൾ പറയുന്നത് അതൊരു സ്വയപ്രശംസയാണ്, നിങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മളെങ്ങും പറഞ്ഞിട്ടില്ല സഹോദരങ്ങളെ. നമ്മൾ മാത്രം ഉലകത്തിൽ മനുഷ്യരായിട്ടുള്ളൂന്നോ അല്ലെങ്കിൽ പാസ്റ്ററായിട്ട് ഉള്ളൂന്നോ വിശ്വാസിയായിട്ടുള്ളൂന്നോ അങ്ങനെ നമ്മൾ പറയാറില്ലല്ലോ. നമ്മൾ പറഞ്ഞത് ഇങ്ങനെ അനേകർ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്, വഞ്ചിക്കപ്പെടുന്നുണ്ട്. അതെങ്ങനെയാണ്? എന്നോട് എല്ലാവരും പറയുന്ന കാര്യമാണ്. അവരുടെ ജീവിതത്തിൽ അവർ ഇങ്ങനെ ഈ ഭാഗങ്ങൾ ഗ്രഹിക്കാൻ കഴിയാതെ മനസ്സിലാക്കാൻ കഴിയാതെ
തെറ്റായ വഴിയിൽ ചിന്തിച്ചു പോയിട്ടുണ്ട് അവരുടെ പാസ്റ്റ് ടെൻസിൽ. എന്നാൽ ഈ കാര്യങ്ങൾ തെളിവായി മനസ്സിലായപ്പോൾ അവർക്ക് അത് അനുഗ്രഹമായി തീർന്നു. ഇപ്പോൾ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള അന്തരങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. ദൈവരാജ്യത്തിൻ്റെ മഹിമകൾ വെളിപ്പെട്ടത് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പബ്ലിക്കിൻ്റെ മുമ്പാകെ പറഞ്ഞെന്നല്ലേ ഉള്ളൂ. എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് ഞാൻ പബ്ലിക് മീൻസ് നമ്മുടെ ഈ മീറ്റിങ്ങിൽ ഇവിടെ അവസാനിക്കുന്നില്ലല്ലോ. ഈ റെക്കോർഡഡ് മെസ്സേജ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അത് പിന്നെയും മറ്റനേകരിലേക്ക് പോവുകയല്ലേ, അങ്ങനെയല്ലേ അവരൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ആ ആളുകളുടെ മുമ്പിൽ നമ്മൾ ധരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ചെറിയ കൂട്ടം ആളുകളെ, അതായത് ഇതുപോലെ പല ദേവദാസന്മാരുണ്ടല്ലോ. ഇപ്പം നമ്മളിവിടെ ഇരുന്ന് നമ്മുടെ ഈ ഒരു കൂട്ടായ്മ, ഈ ഒരു സഭ ഉത്സാഹിച്ചുകൊണ്ട് ഒരു ചെറിയ കൂട്ടം ആൾക്കാരെ ഇങ്ങനെ വചനത്തിൽ ഫിറ്റാക്കാൻ ശ്രമിക്കുന്നു, അവരെ ആത്മാവിൽ നടക്കാൻ പ്രാപ്തരാക്കുന്നു. ഇതുപോലെ എത്രയോ ദൈവദാസന്മാർ സഭകളുമുണ്ട്. അവരെല്ലാം അങ്ങനെ ശ്രമിക്കുമ്പോൾ അത് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വലിയ പ്രയോജനമല്ലേ? അല്ലെങ്കിൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ജനം ആത്മീയത്തിൽ ആരോഗ്യമുള്ളവരായി മാറുകയല്ലേ? ഞാനിപ്പോൾ പറഞ്ഞ ആ വാക്ക്, ആത്മീയത്തിൽ ആരോഗ്യമുള്ളവരാകുക എന്ന് പറയുന്ന ആ വാക്ക് തീത്തോസിലുള്ള വാക്യമാണ്. തീത്തോസിൻ്റെ 1-ാമത്തെ ലേഖനത്തിലുണ്ടത്. ഇവർ ക്രേത്തര് ആത്മീയത്തിൽ ആരോഗ്യമുള്ളവരായി മാറണമെന്നുള്ളതാണ് പൗലോസിൻ്റെ ആഗ്രഹം. അത് തീത്തോസിനോട് പറയുകയാണ്. അതുകൊണ്ട് നീ അവരെ കഠിനമായി ശാസിക്കുക. പിന്നെ കഠിനമായി ശാസിക്കാനാണ് പറയുന്നത്. അത് ആ തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായം നിങ്ങൾ ശാന്തമായിരുന്നൊന്ന് വായിച്ചു നോക്കുക. ഞാൻ മുൻപ് സാറ്റർഡേ മീറ്റിങ്ങിൽ ആ ചാപ്റ്റർ എടുത്ത് വിശുദ്ധമായൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ക്രേത്തരോടുള്ള ബന്ധത്തിലെ കാര്യങ്ങൾ. അപ്പോൾ നമ്മളിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയതുകൊണ്ട് കണ്ണു തുറക്കപ്പെട്ട ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന ഒത്തിരി സഹോദരങ്ങളുണ്ട്. അവർക്ക് നെല്ലും പതിരും ഒക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അവരോട് വന്ന് ഇങ്ങനെ കമൻസ് പറയുന്ന ആൾക്കാർ ചോദിക്കുകയാണെങ്കിൽ അവർ പറഞ്ഞു കൊടുത്തേനെ, നേരിട്ട് പറഞ്ഞു കൊടുത്തേനെ. ഞങ്ങൾക്കൊരു പാസ്റ്റ് ടെൻസ് ഉണ്ട്, ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകാതെ ഞങ്ങൾ ഇങ്ങനെ വിശ്വസിച്ചിരുന്നു. താഴ്മയ്ക്ക് യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ധനവും അങ്ങനെയുള്ള കാര്യങ്ങളുമാണെന്ന് ഞങ്ങൾ ധരിച്ച മനുഷ്യരാണെന്ന് പറയുന്നവർ ഇപ്പോൾ എന്നെ കേൾക്കുന്നുണ്ട്. അതായത് നമ്മുടെ കേൾവിക്കാരിൽ അങ്ങനത്തെ ധാരാളം പേരുണ്ട്. പക്ഷെ ഇന്ന് അവരുടെ കണ്ണ് തുറന്നു. ഇന്ന് ദൈവരാജ്യത്തിൻ്റെ മഹിമയെ അവർ മനസ്സിലാക്കുന്നു. ഇന്ന് അവർ ഏറ്റവും ഗൗരവമായി കൊടുക്കുന്നത് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന വചനത്തിനാണ്. അതായത് വന്നിരിക്കുന്ന ദൈവരാജ്യം, ആ ദൈവരാജ്യത്തിൻ്റെ തത്വങ്ങൾ മനസ്സിലാക്കാൻ, അതിലെ സഞ്ചാരം എങ്ങനെയായിരിക്കണം, അതിൻ്റെ കാര്യപരിപാടി എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഇന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അല്ലാതെ ഞാൻ ഏതെങ്കിലും സ്പൂണിനകത്ത് അവർക്ക് ഒഴിച്ചു കൊടുക്കുന്നു എന്നൊന്നും അല്ല എൻ്റെ പൊന്നു ഉപദേശിമാരെ ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ അവർക്കൊരു ട്രാക്ക് ഇങ്ങനെ തിരിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ട്രെയിൻ ഓടിക്കുന്ന കണ്ടിട്ടില്ലേ? ട്രെയിൻ ഓടിക്കുന്ന ലോക്കോ പൈലറ്റ് അതിനകത്തിരുന്ന് അത് ഓടിക്കുന്നുണ്ടെങ്കിലും ചില ജംഗ്ഷനുകളിൽ വരുമ്പോൾ, ചില സ്റ്റേഷനുകളിൽ വരുമ്പോൾ അവിടെ സിഗ്നലിങ്ങിൽ ചില നിയോഗിക്കപ്പെട്ട ആളുകളുണ്ട്. അവരാണ് ട്രാക്ക് സെറ്റ് ചെയ്യുന്നത്. ട്രാക്ക് സെറ്റ് ചെയ്ത് അവർ ഈ ട്രെയിനെ ആ ട്രാക്കിലേക്ക് കയറ്റി വിടും. ഈ കഴിഞ്ഞ വർഷം ഒറീസയിൽ സംഭവിച്ച കാര്യം നമുക്കറിയാം. ഒറീസയിലെ ബാരിപ്പേടയോ അങ്ങനെ മറ്റോ പറയുന്ന ആ സ്ഥലത്ത് കൊറമണ്ഡൽ എക്സ്പ്രസ് വന്ന് വേറെ ട്രെയിനിൻ്റെ മുതുകത്ത് കയറിയതും എല്ലാം കൂടി ഇടിച്ച് തകർന്ന് 500 പേരാ മരിച്ചുപോയത്. ട്രാക്ക് തെറ്റിപ്പോയതാണ്. അവനേതോ കള്ളു കുടിച്ചിട്ടിരുന്നപ്പോൾ വല്ലതും ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അവൻ്റെ അനാസ്ഥ കൊണ്ട് ഇത്ര ആൾക്കാർ മരിക്കാനിടയായി. അപ്പം നമ്മെ സംബന്ധിച്ച് ഈ വരുന്ന ട്രെയിനുകളായി ഇരിക്കുന്നതെല്ലാം, ഈ ഇരിക്കുന്ന ജീവിതങ്ങളെയെല്ലാം ആ കറക്റ്റ് ട്രാക്കിലേക്ക് തിരിച്ചു വിടുകയാണ്. ഇപ്പോൾ ആരെങ്കിലും ഈ സദൃശവാക്യം 22:4 വന്ന് അവിടെ തട്ടിത്തടഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഉടനെ നമ്മളെ അവരെ തിരിച്ചുവിടും. നമ്മളവരെ അങ്ങോട്ട് തിരിച്ചുവിടും. അവരെ നമ്മൾ പുതിയ നിയമത്തിലേക്ക് തിരിച്ചുവിടും, ദൈവരാജ്യത്തിലേക്ക് തിരിച്ചുവിടും. അവരുടെ മുമ്പിൽ നമ്മൾ 2-3 ബാനറുകൾ കാണിക്കും. 1-ാമത്തെ ഒരു ബാനറിൽ എഴുതിയിരിക്കുകയാണ് ദൈവരാജ്യം ഭക്ഷണവുമല്ല പാനീയവുമല്ല, അതായത് മെറ്റീരിയൽ സബ്ജക്റ്റ് അല്ല ദൈവരാജ്യം. അടുത്തൊരു ബാനറിൽ നമ്മൾ കാണിച്ചു കൊടുക്കും മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക എന്ന കാര്യം. അത് കഴിഞ്ഞ് കാണിച്ചു കൊടുക്കും ഉയരത്തിലുള്ളത് മാത്രം അന്വേഷിപ്പീൻ, ഉയരത്തിലുള്ളത് മാത്രം ചിന്തിപ്പീൻ, ഭൂമിയിലുള്ളത് അന്വേഷിക്കരുത്. ഇതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അതൊക്കെ ട്രാക്ക് സെറ്റിംഗ് ആണ്. ഇതിന് ട്രാക്ക് സെറ്റിംഗ് എന്നാണ് പറയുന്നത്. അങ്ങനെയല്ലേ? അപ്പോൾ ആ ട്രാക്ക് സെറ്റിങ്ങിൽ അവർ ആ കറക്റ്റ് ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇത് അങ്ങ് പോകും. കാശ്മീർ വരെ ചിലപ്പോൾ പോയിന്നിരിക്കും. കാശ്മീരിൽ നിന്ന് ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ POK വഴി അങ്ങനെ കയറി അഫ്ഗാനിസ്ഥാനിലേക്ക് വരെ വേണമെങ്കിൽ നമുക്ക് വിടാം. ഈ ട്രെയിൻ ലൈൻ ഉണ്ടെങ്കിൽ ട്രെയിൻ ഓടിയിരിക്കും. ഈ പോകുന്ന വഴിക്കെല്ലാം ദൈവം ഓരോരോ ആളുകളെ നിർത്തിയിട്ടുണ്ട്. അതായത് ഓരോ ജംഗ്ഷനിലും ലൈൻസ്മാൻമാരെയോ സിഗ്നലിങ്ങിൻ്റെ ആൾക്കാരെയോ അവർക്കൊക്കെ കറക്റ്റ് പേരുകളുണ്ട് കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞതാണെന്നില്ല. ലൈൻസ്മാനെന്നോ സിഗ്നലിംഗ് മാനോ അങ്ങനെയൊന്നും ആയിരിക്കണമെന്നില്ല. അതിനൊക്കെ കറക്റ്റ് പേരുണ്ട്, കറക്റ്റ് ആളുകളുണ്ട്.
അവരങ്ങ് സെറ്റ് ചെയ്ത് വിടും. ഇറ്റാർസി ഇന്ത്യയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ജംഗ്ഷനാണ് ഇറ്റാർസി. ഇറ്റാർസിയിൽ ട്രാക്ക് 4ആയിട്ട് തിരിയും. നേരെ പോകുന്ന ഡൽഹിക്ക്. ഇറ്റാർസി ചെന്നിട്ട് രണ്ട് സൈഡിലേക്ക് തിരിയും. വടക്കോട്ട് പോകുന്നത് നോർത്ത് ഈസ്റ്റിലേക്ക്, അതായത് കൽക്കട്ട സൈഡിലേക്ക്. ഇങ്ങ് പടിഞ്ഞാട്ട് പോകുന്നത് മുംബൈ, ഗുജറാത്ത്, രാജസ്ഥാൻ അങ്ങനെയുള്ള ആ സൈഡിലേക്ക്. പിന്നെ പറഞ്ഞതുപോലെ നേരെ പോകുന്ന ഡൽഹിക്ക്. ബാക്കിലേക്ക് വരുമ്പോൾ സദേൺ സ്റ്റേറ്റുകളിലേക്ക്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ, ഇന്ത്യയിൽ മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജംഗ്ഷൻ ആണെന്നാണ് പറയുന്നത്. അതിന് മാത്രം ട്രെയിൻസ് പാസ് ചെയ്യുന്നുണ്ട്. അവിടെ വരുമ്പോൾ ഡൽഹിക്ക് പോകേണ്ടവൻ ഇറ്റാർസിന്ന് കൽക്കട്ടയ്ക്ക് പോയാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ ഇറ്റാർസിന്ന് കൽക്കട്ടയ്ക്ക് പോയ പെന്തിക്കോസുകാരാണ് നമുക്കറിയാവുന്ന ബഹുഭൂരിപക്ഷവും. പിന്നെ കുറേ എണ്ണങ്ങൾ അറിഞ്ഞോ അറിയാതോ എങ്ങനെയൊക്കെയോ അവർ നല്ല മനുഷ്യരൊക്കെയാണ്. അവർ വണ്ടി ഇടത്തോട്ട് പിടിക്കും. അങ്ങനെ അവർ ജൽഗാവ് വഴി, അങ്ങനെ ഭുസാവൽ വഴി അവരങ്ങനെ ബോംബെക്കും പോകും. അവർക്ക് പോകേണ്ടത് ഡൽഹിക്കാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരറിയുന്നു പോലുമില്ല. അപ്പോഴാണ് ഇടയ്ക്ക് ദൈവം തൻ്റെ ദാസന്മാരെ ഇങ്ങനെ വഴിയിൽ നിർത്തിയിട്ട്, അയ്യോ ഈ വണ്ടി ബോംബെക്ക് പോകുന്ന വണ്ടിയാണ്, നിനക്ക് ഡൽഹിക്കല്ലേ പോകേണ്ടത് എന്ന പ്രസംഗമൊക്കെ പ്രസംഗിപ്പിക്കുന്നത്. മനസ്സിലായോ? അത് നമ്മൾ സ്വയപ്രശംസയ്ക്ക് വേണ്ടി പറയുന്നതല്ല. ഇതാണ് ട്രാക്ക് എന്ന് പറയുന്നത്. ബോധ്യമുള്ളതുകൊണ്ടല്ലേ. ബോധ്യമുള്ളവരങ്ങനെ പറയും, ബോധ്യമില്ലാത്തവർക്ക് അത് കേൾക്കുമ്പോൾ പലതും തോന്നും. ഓക്കെ സഹോദരങ്ങളെ, പറഞ്ഞു വന്നതിൻ്റെ സാരം എന്താ? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ സദൃശവാക്യത്തിലെ ആ വാക്യം ധനവും മാനം എന്നുള്ള വിഷയം, അതുപോലെ സങ്കീർത്തനങ്ങളിൽ നേരോടെ നടക്കുന്നവർക്ക് നന്മയ്ക്ക് മുടക്കം വരില്ല എന്ന കാര്യമൊക്കെ ഇങ്ങനെ വിശദീകരിച്ചു പോയത് കേട്ട ചില സഹോദരങ്ങൾ അവരുടെ ഇടയിൽ ഡിസ്കഷൻ നടത്തിയെന്ന് പറഞ്ഞല്ലോ. ആ ഡിസ്കഷനെ കുറിച്ച് അവരുടെ കൂട്ടത്തിലുള്ളൊരു സഹോദരൻ എന്നോട് സംസാരിക്കാനിടയായി. അത് കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. മുഴുവൻ കാര്യങ്ങൾ എന്നോട് പറഞ്ഞില്ലെങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഈ സഹോദരന്മാരെല്ലാം വ്യവസ്ഥാപിത പെന്തിക്കോസ് സമൂഹത്തിലുള്ളവരാണ്. അതായത് നമ്മൾ പറയുന്ന ക്ലാസിക്കൽ പെന്തിക്കോസിലെ സഹോദരങ്ങളാണ്. അവരിൽ ചിലരൊക്കെ എന്നെ അറിയുന്നവരാണ്, ചിലരൊക്കെ എന്നെ അറിയും, പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ പ്രസംഗിക്കുന്നുണ്ട്, പറയുന്നൊക്കെയുണ്ട് പല കാര്യങ്ങളും. അവരാരും കേൾക്കാറൊന്നുമില്ല, ശ്രദ്ധിക്കാറൊന്നുമില്ല. അപ്പോൾ അവർ പറയുന്നൊരു കാര്യം, കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ ഞാൻ പറഞ്ഞ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതായത് നേരോടെ നടക്കുന്നവർക്കൊരു നന്മയ്ക്ക് മുടക്കം വരില്ലെന്ന് പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷത്തെ മുൻനിർത്തിയും ലൂക്കോസിൻ്റെ സുവിശേഷത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മൾ പരിശുദ്ധാത്മാവ് എന്ന നിലയിൽ പരിഗണിക്കണം. അതാണ് ആരോഗ്യത്തിന് നല്ലത്. പഴയ നിയമത്തിൽ തന്നെ വേറെ ഭാഗങ്ങളുണ്ട്. 23-ാം സങ്കീർത്തനമുണ്ട്, വേറെ സങ്കീർത്തനമുണ്ട്. അവിടങ്ങളിലൊക്കെ പറയുന്നുണ്ട് നന്മയും കരുണയും ആയുഷ്കാലത്ത് പിന്തുടരുമെന്ന്. അതുപോലെ നീ അല്ലാതെ ഒരു നന്മയില്ല, ഇങ്ങനെയൊക്കെ വാക്യങ്ങളുണ്ട്. ധാരാളം വാക്യങ്ങൾ പഴയ നിയമത്തിൽ തന്നെയുണ്ട്, അതല്ലാതെ പല ഭാഗങ്ങളിലുമുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് നമ്മൾ പഠിക്കുന്നത് പഴയ നിയമ കാലഘട്ടത്തിലെ ഭക്തന്മാരെ സംബന്ധിച്ച് പുസ്തകം പറയുന്നത് അവരുടെ കണ്ണ് സമ്പൂർണ്ണമായി തുറന്നിട്ടില്ലെന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ പഠിക്കണം കേട്ടോ സഹോദരങ്ങളെ. ഈ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് ഇവർക്കൊന്നും നമുക്ക് ലഭിച്ചതായ സമ്പൂർണ്ണ വെളിപ്പാട് ലഭിച്ചിട്ടില്ല. ഇവർക്കാർക്ക് സഭയെക്കുറിച്ചോ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വെളിപ്പാട് കൊടുത്തിട്ടില്ല. ദൈവശില്പിയായി നിർമ്മിക്കുന്നതും അടിസ്ഥാനമുള്ള നഗരം എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ മിന്നായം, ഒരു മിന്നൽ പോലെ ഒരു കാര്യമാണ് അബ്രഹാമിന് കാണിച്ചു കൊടുത്തത്. യോഹന്നാൻ സ്നാപകന് മണവാളൻ മണവാട്ടി എന്നുള്ളൊരു ചെറിയ ഒരു സ്പാർക്ക് അത്രയും കൊടുത്തു. അങ്ങനെ ഇവർക്ക് ഓരോരുത്തർക്കും അങ്ങനെ സ്പാർക്കുകൾ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ ഒരു സമ്പൂർണ്ണമായ വെളിപ്പാട് ആദിയോട് അന്തമൊന്നും അവർക്കാർക്കും കിട്ടിയിട്ടില്ല. ആ വെളിപ്പാട് എന്ന് പറയുന്നത് എല്ലാം മറനീക്കി തുറന്നു വന്നത്, എല്ലാം മർമ്മമായിട്ടിരിക്കുകയല്ലായിരുന്നു. അതെല്ലാം മാളിക മുറിയിലാണ്. നമ്മെ സംബന്ധിച്ച് നമ്മുടെ കഴിഞ്ഞകാല പഠനങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. അതിൽ നമ്മൾ വളരെയധികം സന്തോഷിച്ച ചില കാര്യങ്ങൾ, അതായത് സമാഗമന കൂടാരത്തിൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കണ്ട കാഴ്ചകൾ എന്ന് പറയുന്നത് അതിനകത്തുള്ളതെല്ലാം മൂടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ പഴയ നിയമ കാലഘട്ടത്തിൽ ഇതെല്ലാം മൂടിയിട്ടിരിക്കുകയാണ്, വെളിപ്പാടുകളെല്ലാം മൂടിയിട്ടിരിക്കുകയാണ്. വെളിപ്പാടുകളെല്ലാം മറനീക്കി തുറന്നു വന്നത് പുതിയ നിയമകാലത്താണ്. അതായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ശക്തിയോടെ ആരംഭിച്ച ഈ പുതിയ നിയമകാലത്താണ്, ഈ കൃപാകാലയളവിലാണ് വെളിപ്പാടുകളെല്ലാം തുറന്നു വന്നത്. അപ്പോൾ പഴയ നിയമ ഭക്തന്മാർക്ക് അങ്ങനെ വെളിപ്പാടുകൾ ലഭിച്ചിട്ടുള്ളവരല്ല. അവർക്ക് ലഭിക്കപ്പെട്ട ബോധ്യങ്ങൾക്കനുസരിച്ച് അവർ ജീവിച്ചു. അതായത് അവരെല്ലാവരുമല്ല, അതിൽ വിശ്വസ്തരായവരുണ്ടല്ലോ, അതിലാണ് നമ്മൾ പലരുടെയും പേര് പറയുന്നത്. ആ വിശ്വസ്തരായവരെല്ലാം ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്കനുസരിച്ച്, അവർക്ക് ലഭിക്കപ്പെട്ട ആ കാലഘട്ടത്തിലെ പ്രമാണങ്ങൾക്കനുസരിച്ച് അവർ ജീവിച്ചു. അതൊരു സത്യമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ മുഴു ലോകത്തിൻ്റെയും മുമ്പിൽ അവർ ജീവനുള്ള ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ദൈവം അവർക്ക് വേണ്ടി ധാരാളം ഭൗതികമായ
സാഹചര്യങ്ങളെ ഒരുക്കി കൊടുത്തു. ആടുമാട് നാൽക്കാലി സമ്പത്ത് വെച്ചിട്ടാണ് ഒരു മനുഷ്യൻ്റെ ധനസ്ഥിതിയൊക്കെ ആ കാലഘട്ടത്തിൽ അളന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് മുഴു ലോകത്തിൻ്റെയും മുമ്പിൽ ദൈവത്തിന് നിശബ്ദമായി സംസാരിക്കാനുണ്ട്. ഈ വ്യക്തിയെ ഞാനാണ് നയിക്കുന്നത്, ഇവൻ എൻ്റെ ദാസനാണ്, ഇവൻ എൻ്റെ പ്രിയപ്പെട്ടവനാണ് എന്ന് മുഴു ലോകത്തെയും അറിയിക്കാൻ വേണ്ടി ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും ഒക്കെ അങ്ങനെ ധനം കൊടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി ദൈവം യുദ്ധങ്ങളിൽ പ്രവർത്തിച്ച് അവരെ ജയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയല്ലേ? അവർക്ക് വേണ്ടി ദൈവം തന്നെ യുദ്ധം ചെയ്തിട്ടുണ്ട്. ദൈവം അവർക്ക് അതിനുള്ള പ്രാപ്തിയും ശക്തിയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവർ യുദ്ധങ്ങളിൽ വിജയിച്ചിട്ടുണ്ട്. ഇതിലൂടെയൊക്കെ ദൈവം ലോകത്തോട് പറയുന്നത് ഇവരുടെ ദൈവമായ ഞാൻ തന്നെയാണ് സർവശക്തനായ ദൈവം എന്നാണ്. ഇതൊക്കെ പഴയ നിയമത്തിൻ്റെ കൺസെപ്റ്റുകളാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഇതെല്ലാം തകിടം മറിയല്ലേ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് സുവിശേഷം എന്തെന്ന് ഗ്രഹിക്കാത്തതുകൊണ്ടാണ് പലർക്കും ഒന്നും മനസ്സിലാകാത്തത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എല്ലാം ഉൾട്ടായിട്ട് മാറുക. പഴയ നിയമത്തിൽ ദൈവം അവർക്ക് ഈ ഭൗതികമായ കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. ഭൗതികമായ കാര്യങ്ങൾ ആകെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ കൊടുത്തിട്ട് ഇതിൻ്റെ ദശാംശം ആലയത്തിൽ കൊണ്ടുവരണമെന്നാണ് പറഞ്ഞത്. ദശാംശം അഥവാ 10 ടൈത്ത്. അവർക്ക് ലാൻഡ് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ആ ലാൻഡിൽ കൃഷി ചെയ്യാൻ വേണ്ടുന്നതായ എല്ലാ സജ്ജീകരണങ്ങളും കൊടുത്തു. മഞ്ഞും മഴയും എന്നു വേണ്ട, അതായത് ഏറ്റവും കൃത്യമായ കാലാവസ്ഥയൊക്കെ അവർക്ക് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ദശാംശം ആലയത്തിൽ കൊണ്ടുവരണം. അത് ലേവ്യരെ ഏൽപ്പിക്കണം, അത് പുരോഹിതന്മാരെ ഏൽപ്പിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയൊന്നുമല്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കൊന്നും ഇങ്ങോട്ട് തരുന്നില്ല, പകരം എല്ലാം ദൈവം അങ്ങോട്ട് മേടിക്കുക. പഴയ നിയമത്തിൽ അവർക്കെല്ലാം അങ്ങോട്ട് കൊടുത്തു. പുതിയ നിയമത്തിൽ വന്നപ്പോൾ നമ്മുടെ കയ്യിലുള്ളതെല്ലാം ദൈവം ബലിപീഠത്തിലേക്ക് വെക്കാൻ പറഞ്ഞു. അങ്ങോട്ട് മേടിച്ചെന്ന് ചുരുക്കം. നമ്മൾ രക്ഷയോടുള്ള ബന്ധത്തിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതല്ല. നമുക്കുള്ളതെല്ലാം അഥവാ A to Z ബലിപീഠത്തിൽ വെക്കാനായിട്ടുള്ളൊരു ആഹ്വാനമാണ് രക്ഷയിൽ നാം കേട്ടത്. രക്ഷയിൽ നിന്ന് നാം മനസ്സിലാക്കിയ ആഴമേറിയ സത്യങ്ങളുണ്ട്. ആ സത്യങ്ങളാണ് നമ്മെ സ്നാനത്തിലേക്ക് നയിക്കുന്നത്. രക്ഷയുടെ ആഴങ്ങൾ ഗ്രഹിച്ച ഒരാൾ വിശ്വാസ സ്നാനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കും. അങ്ങനെ വിശ്വാസ സ്നാനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ബോധ്യമാണ് അവനുള്ളതൊക്കെയും ബലിപീഠത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ. അതായത് ഈ ശരീരം, ഈ ജീവിതം, പിന്നെ എനിക്കുള്ളതെല്ലാം, എൻ്റെ ജോലിയാകട്ടെ, ഫാമിലി ആകട്ടെ, സ്ഥാവര ജംഗമ വസ്തുക്കളാകട്ടെ, അതിനാണ് ഞാൻ ഒറ്റ വാക്കി പറഞ്ഞത് A to Z. സകലതും ബലിപീഠത്തിൽ വെക്കുക. അതായത് ഉടമസ്ഥാവകാശം കൈമാറുകയാണ്, സെയിൽ ഡീഡിൽ ഒപ്പിടുകയാണ്. ഇതുവരെ നാം അതിൻ്റെ ഓണർഷിപ്പിലിരുന്നവരാണ്. ഈ പറയപ്പെട്ട സെക്കൻഡ് നമുക്കറിയാലോ എന്നാണ്, എപ്പോഴാണ്. ആ പർട്ടിക്കുലർ സമയം മുതൽ ഇനി നാം കസ്റ്റോഡിയന്മാർ മാത്രം എന്ന നിലയിലേക്ക് മാറുകയാണ്. ഉടമസ്ഥാവകാശം, ഓണർഷിപ്പ് ചേഞ്ചായി. ഇങ്ങനെ ഏത് പെന്തിക്കോസിലാണ് പഠിപ്പിക്കുന്നേ? അങ്ങനെ പഠിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ പഠിപ്പിക്കണം. ഇങ്ങനെ ആരും പഠിപ്പിക്കുന്നില്ലെന്നല്ല പറഞ്ഞേ. ഉടനെ ഇതിന് കമന്റ് ഒന്നും എഴുതണ്ട. ഇങ്ങനെ ആരും പഠിപ്പിക്കുന്നില്ലെന്നല്ല പറഞ്ഞത്. അത് പറയുന്ന അതിൻ്റെ സെൻസിൽ നിങ്ങൾ എടുക്കണം. ഇങ്ങനെ പഠിപ്പിക്കുന്നത് വളരെ കുറവാണ്. ഈ ഒരു ബോധ്യത്തിലാണ് ഒരുവൻ ദൈവരാജ്യത്തിലേക്ക് കാലെടുത്ത് വെക്കേണ്ടത്. ഞാനും എനിക്കുള്ളതെല്ലാം ബലിപീഠത്തിൽ വെച്ചു. എനിക്ക് പുകഴുവാനുള്ളത് ഒരിടത്ത് മാത്രമാണ്. അത് ഗലാത്യ ലേഖനത്തിലാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പുകഴുവാൻ ഒരിടവുമില്ല. അതായത് ഞാൻ സ്നാനത്തിലേക്ക് പോവുകയാണല്ലോ, പിന്നിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് എന്താ? ക്രൂശാണ് കാണുന്നത്. മുന്നിൽ സ്നാനക്കുളമുണ്ട്, അല്ലെങ്കിൽ സ്നാനത്തിനുള്ള സംവിധാനമാണ്. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഞാൻ നഷ്ടപ്പെട്ട പാവിയായിരുന്നു. നിങ്ങളെല്ലാം കേൾക്കണം കേട്ടോ, നിങ്ങളെല്ലാം കേൾക്കണം. ഞാൻ നഷ്ടപ്പെട്ട പാവിയായിരുന്നു. ആ നഷ്ടപ്പെട്ട പാവിയായിരുന്ന എന്നെ ഈ ക്രൂശ് വഴിയാണ് വീണ്ടെടുത്തത്. ക്രൂശ് എൻ്റെ വീണ്ടെടുപ്പിൻ്റെ ഇടമാണ്. അതൊരു ബലിപീഠമാണല്ലോ. ആ ബലിപീഠത്തിലൂടെ എന്നെ വീണ്ടെടുത്തു. പരിശുദ്ധാത്മാവ് എന്നെ കമ്പൽ ചെയ്തൊന്നുമില്ല, ഒരിക്കലും അങ്ങനെ ചെയ്തില്ല. കുത്തിരി പിടിച്ചു നിർത്തി എല്ലാം വെക്കടാ ഒന്നും പറഞ്ഞില്ല. എനിക്ക് ബോധ്യങ്ങളെയാണ് നൽകിയത്. എനിക്ക് തുടക്കത്തിൽ പാപത്തെക്കുറിച്ചുള്ള ബോധം തന്നെ തന്നല്ലോ. അങ്ങനെയല്ലേ ഞാൻ സറണ്ടർ ചെയ്ത്. പാപത്തെക്കുറിച്ച് ബോധം തന്ന പരിശുദ്ധാത്മാവ് ദൈവരാജ്യത്തിൻ്റെ പാറ്റേൺ വെളിപ്പെടുത്തുകയാണ്. ദൈവരാജ്യത്തിൻ്റെ മാതൃക. എന്താ മാതൃക? ഇപ്പം ഞാൻ പറഞ്ഞത്, ഈ ശരീരത്തിൽ എനിക്കൊരു അവകാശമില്ലെന്ന് പ്രൈമറി ആയിട്ട് പറയാം. പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു അവകാശവുമില്ല. എൻ്റെതായ ഒരു കാര്യത്തിലും എനിക്ക് അവകാശമില്ല. ഓണർഷിപ്പ് ചേഞ്ചായി. എന്നെ ഇനി മുതൽ പരിശുദ്ധാത്മാവാണ് നയിക്കുന്നത്. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയായിട്ട് ഞാൻ മാറുകയാണ്. ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യമാണ്. ഇതെന്തിനാ വീണ്ടും ഒക്കെ പറയുന്നതെന്ന് അറിയാവോ?
ഈ പ്രൈമറി ആയ കാര്യം മനസ്സിലാകാത്ത ഒരാളോടും നേരോടെ നടക്കുന്നവർക്ക് നന്മ, പിന്നെ അനുഗ്രഹം, ഭൗതികം, ഇതൊന്നും ഒരു സ്ഥലത്ത് നമുക്ക് പ്രസംഗിക്കാൻ പറ്റില്ല. ഞാൻ പല ചർച്ചകളിലും പല സ്ഥലങ്ങളിലും ഒക്കെ വല്ലപ്പോഴൊക്കെ പോകുന്നയാളാണ്. ഈ പോകുന്ന ഒരു സ്ഥലത്തും എനിക്ക് എൻ്റെ ഒരു പ്രസംഗവും പ്രസംഗിക്കാൻ പറ്റില്ല. കാരണം അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആർക്ക് മനസ്സിലാകാനാ? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഗ്രഹിക്കാൻ കഴിഞ്ഞെന്ന് ചോദിച്ചാൽ, നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ ബലിപീഠത്തിൻ്റെ ചുവട്ടിലങ്ങ് കിടക്കുകയായിരുന്നു, അല്ലേ? ഈ യാഗപീഠത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഈ കാഴ്ചകൾ കണ്ടു, വിശ്വാസ സ്നാനത്തിൻ്റെ ആഴങ്ങൾ കണ്ടു, ഈ കാര്യങ്ങളൊക്കെ കണ്ട് ദൈവരാജ്യത്തിൻ്റെ മഹിമയിലേക്ക് കാലെടുത്തു വെച്ച നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ശൂന്യതയാണ്. ഒരു നന്മയും നമ്മിൽ വസിച്ചിരുന്നില്ല. ചേറ്റുകുഴിയിൽ കിടന്നവരാണ്, പാപത്തിൻ്റെ ദുർഗന്ധത്തിൽ കിടന്നവരാണ്, പറയുവാൻ ഒന്നുമില്ല, പുകഴുവാൻ ഒന്നുമില്ലാത്ത ഒരു ഇന്നലകളാണ് നമുക്കുള്ളത്. അങ്ങനെയുള്ള നമ്മൾ ഇന്ന് കൃപയാലായിരിക്കുന്നു. ഇന്ന് നമ്മൾ കൃപയാലായിരിക്കുന്നു. ആ കൃപയാലായിരിക്കുന്നതിനോടാണ് ഒരു ദൈവദാസൻ ദൈവരാജ്യത്തിൻ്റെ പാറ്റേൺ പറഞ്ഞു തുടങ്ങുന്നത്. അത് കേട്ടിരിക്കുന്ന അവൻ പാസ്റ്ററോട് തട്ടിക്കയറുമൊന്നുമില്ലെന്നേ. ആര് പറഞ്ഞു നിങ്ങളോട്? അവൻ എങ്ങനെ പാസ്റ്ററോട് തട്ടിക്കയറി വരും? ഒരിക്കലുമില്ല. അവൻ കേട്ടിരിക്കും. അവൻ്റെ ഉള്ളിലൊരു മന്ത്രണമുള്ളൂ. ദൈവാത്മാവ് അവനിത് ഗ്രഹിപ്പിക്കണമേ എന്നുള്ളത്. പരിശുദ്ധാത്മാവേ, എന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പാകത്തിന് എന്നെ പ്രാപ്തമാക്കണമേ എന്നുള്ളൊരു നിശബ്ദമായ പ്രാർത്ഥനയിലിരുന്നാണ് അവൻ കേൾക്കുന്നത്. അവൻ ദൈവരാജ്യം കേട്ടിട്ടൊന്നും പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നതല്ല. എന്തൊക്കെയോ കാരണങ്ങളാൽ ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രതിസന്ധികളിലൂടെയാണ് മനുഷ്യൻ ദൈവരാജ്യത്തിലേക്ക് വരുന്നത്. അതൊക്കെ ശരിയാ. പലരുടെയും ജീവിതത്തിൽ രോഗമാകാം, മറ്റ് തകർച്ചകളാകാം, കടഭാരമാകാം, ഫാമിലി ലൈഫോ, അങ്ങനെ ഇന്ന് വേണ്ട, അങ്ങനെ പല മേഖലകളിലും വരുന്ന ആ ഇഷ്യൂസ് നമ്മെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കും. ദൈവം അത് അനുവദിക്കും. അല്ലാതെ നമ്മൾ ഈ വഴിയിലേക്ക് വരാൻ സാധ്യത കുറവാണ്. എവിടെയെങ്കിലും ഒരു മേഖലയിൽ ഒരു ചെറിയ പിടുത്തം പിടിക്കും ദൈവം. അങ്ങനെ ആ പിടുത്തത്തിലാണ് നമ്മൾ ഒന്ന് ഞെട്ടിപ്പോകുന്നത്. ആ ഞെട്ടലിൽ നിന്നാണ് പലരും ഇങ്ങനെ ടേൺ ചെയ്യുന്നത്. അതിന് ഇന്ന് കാണുന്നൊരു പ്രതിഭാസം എന്ന് പറയുന്നത്, ഈ പിടുത്തം വീഴുമ്പോൾ അവർ ചിന്തിക്കും ഇത് വേറെ എന്തോ വരത്ത് പോക്കാന്ന്. ഉടനെ അവർ ചില കേന്ദ്രങ്ങളുണ്ട്. അതിൻ്റെ ആകെ ഒരു കേന്ദ്രമുള്ളൂ, കാൽവറിയിലെ ക്രൂശ്. ആ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് എത്തുകയോ അവിടെ നിന്ന് ദർശനം പ്രാപിക്കുകയോ മറുപടികൾ കേൾക്കുകയോ ഒന്നുമല്ല. പകരം ചില കേന്ദ്രങ്ങളുണ്ട്. അതിനെന്തെന്ന് പറയാം? നല്ലൊരു വാക്ക്, കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ പോരെ. ചില കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളിൽ പോയി അവര് ഈ പിടുത്തം ഒന്ന് വിടുവിക്കാൻ വേണ്ടി, പിടുത്തം പിടിവിക്കുക എന്ന് പറയുമല്ലോ, പിടിച്ചിരിക്കുന്ന ആരാ? സൃഷ്ടാവാ പിടിച്ചിരിക്കുന്നത്, തന്നോട് അടുപ്പിക്കാൻ വേണ്ടിയാ. അപ്പം ഇവരെന്താ ചെയ്യുന്നത്? ഈ കക്ഷികളുടെയൊക്കെ അടുക്ക പോകും. അത് എല്ലാ മതങ്ങളിലും ഉണ്ട്. ഈ പറയപ്പെട്ട ആളുകൾ എല്ലാ മതങ്ങളിലും ഉണ്ട്. ഇവിടെ നമ്മുടെ ഈ ആലപ്പുഴയ്ക്കടുത്ത്, ആലപ്പുഴ എത്തണ്ട, ഒരു 2 കിലോമീറ്റർ ബാക്കിൽ, അതായത് തുമ്പോളിക്കടുത്ത് കലവൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കലവൂര് നമ്മുടെ ജോസഫ് അച്ഛനും ഉണ്ട്. പിന്നെ നമ്മുടെ കൃപാസനം ചമ്മന്തി അവിടെയുണ്ട്. ആ ചമ്മന്തി ഒന്ന് തൊട്ടുകൂട്ടിയാൽ മതി, ഏത് കാര്യത്തിനും വിടുതലാണ്. പിന്നെ വേറെ കുറച്ചങ്ങോട്ട് മാറിയാൽ അതെവിടെയാ? കുരുക്കഴിക്കുന്ന മാതാവ് ഇരിപ്പുണ്ട്. കുരുക്കഴിക്കുന്ന മാതാവ് എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ചിരിക്കരുത്. ഇങ്ങനെ പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആലപ്പുഴ പട്ടണത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു വിരുദ്ധനുണ്ട്. ആ വീഡിയോ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയം പോയി. ഇതെല്ലാം തപ്പിയെടുത്ത് കൊണ്ടുവരണമെങ്കിൽ വലിയ പാടാ. ഈ കലവൂരിരിക്കുന്ന കൃപാസനം ചമ്മന്തിയും കൃപാസനം പത്രവും ഈ ഇടപാടിനേക്കാളും ഒട്ടും മോശമല്ലാത്തൊരു സംഭവം അവിടെ ഇരിപ്പുണ്ട്. എവിടെയാ? ആലപ്പുഴയുണ്ട്. അവിടെയുണ്ട് ഒരു 100-500 ആൾക്കാർ, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ നിന്ന് തുള്ളുന്നുണ്ട്. ഇവിടെ പറയുന്ന പോലെ തന്നെ അവരും പറയുന്നത്, എല്ലാം വിടുതലാണ് പറയുന്നത്. എന്തിൽ നിന്നുള്ള വിടുതൽ? ഈ സൃഷ്ടാവിൻ്റെ പിടിയിൽ നിന്നുള്ള വിടുതൽ. തൻ്റെ സൃഷ്ടിയെ തന്നോട് അടുപ്പിക്കാൻ വേണ്ടി അവരുടെ ജീവിതത്തിൽ പലതും ദൈവം അനുവദിക്കും. അപ്പോൾ ആ പ്രതിസന്ധികളുടെ നടുവിൽ അവർ സുവിശേഷം കേട്ട് സൃഷ്ടാവിനെ അറിഞ്ഞ് അവർ ദൈവരാജ്യത്തിലേക്ക് വരിക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഉടനെ ഇവരെല്ലാം വിടുതൽ കൊടുക്കുകയാണ്. ഈ മഹാന്മാരെല്ലാം ജനത്തിന് വിടുതൽ കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, വിടുതൽ വേണ്ടേന്ന്? ഈ പിടുത്തം പിടിച്ചവൻ അറിയാൻ മേലെ വിടുതൽ വേണോ വേണ്ടയോ എന്ന്. എന്തിനാ പിടിച്ചിരിക്കുന്നത്? ഇവനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പോക്കിൽ ഒരു വിടുതലുമില്ലാതെ തീപ്പൊയ്കയിലേക്ക് പോയി വീഴുമല്ലോ. ആ അന്തിമമായ വീഴ്ചയ്ക്ക് മുമ്പ് ഒരു പിടുത്തം പിടിക്കുന്ന, അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പിടുത്തമായത്. നിങ്ങൾക്ക് വേദന തോന്നുമായിരിക്കാം. ഈ പിടുത്തം എന്തിനാ? തീപ്പൊയ്കയിലേക്ക് പോകാത്തൊരു പിടുത്തമാണ്. അപ്പം ഇങ്ങനെ വരുന്ന ആൾക്കാരെ ദൈവം തൻ്റെ ഭൃത്യന്മാരോട് അടുപ്പിക്കും. ഈ കാലഘട്ടത്തിലെ ഭൃത്യന്മാരോട് അടുപ്പിച്ചു കഴിഞ്ഞാൽ അവരും പറയുന്നത് വിടുതൽ കൊടുക്കാമെന്നാണ്, അല്ലാതെ നേർവഴി കാണിക്കുകയല്ല.
സൃഷ്ടാവിൻ്റെ സ്വരം കേൾപ്പിക്കുകയല്ല. ദൈവരാജ്യത്തിൻ്റെ പദ്ധതികൾ, അതിൻ്റെ പാറ്റേണുകൾ അതൊന്നും അല്ല വെളിപ്പെടുത്തി കൊടുക്കുന്നത്. മറ്റു പല കാര്യങ്ങളിലുമാണ് ആളുകളായിട്ട് വട്ടം കറക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ആളുകൾ എൻ്റെ തെറ്റായ വഴികളിൽ, അങ്ങനെ തെറ്റായ ട്രാക്കുകളിൽ സഞ്ചരിക്കുന്നൊരു കാലമാണ്. ഇതിന് നടുവിലാണ് നമ്മൾ പറഞ്ഞ പോലെ ഈ ആത്മീയ സത്യങ്ങൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രക്ഷയുടെ ആഴം, അതുപോലെയുള്ള കാര്യങ്ങൾ ഗ്രഹിച്ച ഒരാളോട് ദൈവരാജ്യത്തെക്കുറിച്ചും പിന്നെ ഈ മുൻപോട്ടുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് പറയാൻ എളുപ്പമുണ്ട്. അല്ലാത്ത ആളുകളോട് എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ കുറേ സഹോദരന്മാരുടെ ചർച്ച പറഞ്ഞല്ലോ. ആ ചർച്ചയിൽ നിന്ന് എനിക്ക് കിട്ടിയ ചില പോയിന്റ്സ് എല്ലാം ഞാൻ ഓർക്കുന്നില്ല. ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നത് നിങ്ങളുടെ പ്രസംഗം കേട്ടിട്ടെന്ന്. അപ്പോൾ ആ കേട്ട കാര്യങ്ങൾ ഞാൻ ഹെവിയായിട്ടത് സംസാരിച്ചെന്ന് എനിക്ക് തോന്നണേ. എനിക്ക് വലിയ സങ്കടം തോന്നി. അങ്ങനെ ആ സങ്കടത്തിന് പ്രകാരമാണ് ഞാൻ എബിയോടത് സംസാരിച്ചതെന്നാണ് തോന്നുന്നത്. അതായത് ഇവരെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, ഈ പാസ്റ്റർ പറയുന്ന പോലെ പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ മാത്രം നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. ഇവര് ശേഷം മനുഷ്യരെ പോലെയാ സംസാരിക്കുന്ന മുഴുവനും. യോഗ്യന്മാരാ, കണ്ടാൽ മിടുമിടുക്കന്മാരാ, കല്യാണം കഴിച്ച് 2 പിള്ളേരൊക്കെ ഉള്ളതാ. വേണമെങ്കിൽ ഇപ്പോൾ വേണേൽ ഒന്നുകൂടെ കെട്ടിക്കാം. അതുപോലെ യോഗ്യന്മാരാ, മിടുമിടുക്കന്മാരാ കണ്ടാൽ. പക്ഷെ പറയുന്നതെല്ലാം വിവരക്കേടാന്ന് മാത്രം. അയ്യോ, ഞാൻ അവരെ കൊച്ചാക്കി പറയുന്നതല്ല കേട്ടോ, പറയുന്ന മഹാമണ്ടത്തരമാണ്. അതായത് സ്വർഗം ദുഃഖിക്കുകയാണ് നമ്മുടെ പല സംസാരങ്ങളും കേൾക്കുമ്പോൾ. പരിശുദ്ധാത്മാവിനെ മാത്രം തന്നാൽ ജീവിക്കാൻ പറ്റുമോ? ഇനി ജീവിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? നിങ്ങൾ സുവിശേഷം കേട്ടിട്ടുണ്ടോ? സുവിശേഷത്തിൽ എന്താ പറയുന്നത്? നിന്റെ ഒരു മുഴത്തോട് അല്പം കൂടെ കൂട്ടാൻ നിനക്ക് കഴിയുമോ? അങ്ങനെയൊക്കെയല്ലേ ചോദിക്കുന്നത്. നാളെയെക്കുറിച്ച് നീ വിചാരപ്പെടരുത്. നാളെ നിനക്കുള്ളതല്ല, നിനക്ക് ഇന്നൊരു ദിവസമുള്ളൂ. ഇന്നൊരു ദിവസം നിന്നെ ദൈവം പോറ്റി പുലർത്തിയാൽ പോരെ. ഒരു വിഷയം പറഞ്ഞു വരുമ്പോൾ ആ വിഷയത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ തേടാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് കഴിയുന്നില്ല. ഇപ്പോൾ 84 സങ്കീർത്തനത്തിൽ നിന്ന് പറഞ്ഞു പോയ കൂട്ടത്തിൽ ഒരു സമ്പൂർണ്ണ വിശദീകരണമല്ല, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കമില്ല, അല്ലെങ്കിൽ നേരോടെ നടക്കുന്നവർക്ക് നന്മ ലഭിക്കും എന്ന് പഴയ നിയമത്തിലെ ആ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് വെച്ച് ഇന്ന് പുതിയ നിയമ വിശുദ്ധന്മാരോട് അത് മെറ്റീരിയൽ ബ്ലെസ്സിങ് ആണെന്ന് പറയാൻ പാടില്ല, അത് ശരിയല്ല, യോഗ്യമല്ല എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ കാരണം എന്താ പറഞ്ഞു കൊണ്ടുവന്നേ? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നത് ഭൗതിക വിഷയങ്ങളല്ല, അത് തികച്ചും ആത്മീയ വിഷയങ്ങളാണ്, ഉയരത്തിലെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്താ? ഈ ദൈവരാജ്യം പ്രസംഗിച്ച് മുൻപോട്ട് വന്നത് ആദിമ അപ്പോസ്തലന്മാരാണ്. ആദിമ അപ്പോസ്തലന്മാരുടെ ആരുടെയും കയ്യിൽ പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളില്ലായിരുന്നു. അതൊക്കെ പിന്നീട് വന്നതാണ്. അതിൽ പലതും അവരല്ലേ എഴുതിയത്. അപ്പോൾ അവരുടെ ശുശ്രൂഷ ആരംഭിച്ച കാലത്ത്, പത്രോസ് ആകട്ടെ പൗലോസ് ആകട്ടെ, ഇവരുടെ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് ഈ പഴയ നിയമത്തിലെ 39 പുസ്തകമേ ഉള്ളൂ. വിശേഷിച്ച് അതിനകത്ത് 84 സങ്കീർത്തനം 11 വാക്യമുണ്ട്. അവരുടെ കയ്യിലിരിക്കുന്ന തുകൽ ചുരുളിൽ 84 സങ്കീർത്തനമുണ്ട്. അപ്പം നമുക്ക് മുമ്പ് ഈ വാക്യം എടുത്തിട്ട് പ്രസംഗിക്കാൻ കഴിയുന്നത് അവർക്കാണ്. അവരെന്താ പ്രസംഗിക്കുന്നത്? ആസിയിലും പൊന്തോസിലും കപ്പദോക്കിയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളായ വിശുദ്ധന്മാരെ എന്ന് പത്രോസ് അവരെ സംബോധന ചെയ്യാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾക്കറിയാമോ 84 സങ്കീർത്തനത്തിന്റെ 11 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കമില്ല. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കമില്ല. തൊട്ടടുത്തിരിക്കുന്ന ലൂസിയുടെ തോളത്തൊന്ന് തട്ടിയിട്ട് പറഞ്ഞ്, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കമില്ല. ഇവിടെ ഇരിക്കുന്ന ആ ചാക്കോച്ചന്റെ തോളത്ത് തട്ടിയിട്ടൊന്ന് പറഞ്ഞ്, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കമില്ല. അങ്ങനെ ലൂസിയുടെയും സൂസിയുടെയും എൽസിയുടെയും ഒന്നും തോളത്ത് തട്ടിയാലൊന്നും കാര്യമില്ല. ഇതൊന്നും പത്രോസും യാക്കോബും യോഹന്നാനും ഒന്നും പഠിപ്പിച്ച കാര്യങ്ങളല്ല. അതായത് നമ്മൾ എന്ത് പ്രസംഗിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണ്ടേ. നേരോടെ നടക്കുന്നവർക്ക് നന്മ മീൻസ് മെറ്റീരിയൽ ബ്ലെസ്സിങ്. ഇട്ടുമൂടാനുള്ള ഭൗതികമായ കാര്യങ്ങൾ നമുക്കിതിലൂടെ ലഭിക്കുമെന്ന് അവർ പറയുകയാണെങ്കിൽ അത് അവർക്ക് കിട്ടണ്ടേ ആദ്യം. അങ്ങനെയാണെങ്കിൽ അവർ 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം എഴുതുമ്പോൾ ഈ നാഴിക വരെ വിശന്നും ദാഹിച്ചും പിന്നെ കിടക്കാൻ സ്ഥലമില്ലാതെയും, കിടക്കാനൊന്നും ഇല്ലെങ്കിലും വേണ്ടില്ല, തുണി ഉടുക്കാനില്ലാതിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. തുണി ഉടുത്തേട്ടുണ്ട്, ഇതൊന്നും മാറി ഉടുക്കാൻ വേറെ ഇല്ലെന്ന്, മതിയായ വസ്ത്രമില്ല, സഫീഷ്യൻ്റ് ആയിട്ടില്ല എന്നൊക്കെ എഴുതി വെച്ചിരിക്കുക. അതുപോലെ വേറെ ഭാഗത്ത് ഫിലിപ്പിനോട് പറയുമ്പോൾ പറയാണ്, ഞാൻ വളരെ സ്ട്രഗിളിലൂടെയാണ് പോയത്. ആ സമയത്ത് നിങ്ങൾ ഫോർവേഡ് ചെയ്ത ആ കാര്യങ്ങൾ നിങ്ങൾ ഗൂഗിൾ പേ വഴി ഫോർവേഡ് ചെയ്തല്ലോ, ഞാൻ അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ. അങ്ങനെ നിങ്ങൾ ഗൂഗിൾ പേ വഴി ഫോർവേഡ് ചെയ്ത ആ കാര്യം
നിങ്ങളത് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തെങ്കിലും ഞാനത് വലിയൊരു യാഗമായിട്ടൊക്കെയാണ് പരിഗണിക്കുന്നത്. സുഗ്രാഹ്യമായൊരു യാഗമായിട്ടൊക്കെ പരിഗണിക്കുന്നു. അത് ദൈവരാജ്യത്തിൻ്റെ കെട്ടുമണിക്ക് വലിയ ഉപകാരമായി. ആ വാക്യമൊക്കെ അപകടമുള്ള വാക്യമാണ് കേട്ടോ. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിൽ അതൊക്കെ അനേക ഉപദേശിമാരെടുത്ത് കൈകാര്യം ചെയ്യുന്ന ആ വാക്യത്തിൻ്റെ അപകടം എന്നാ? അതായത് പൗലോസ് തൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ആ ഭാഗം നമുക്കൊന്ന് എടുക്കാം. ഫിലിപ്പ് ലേഖനം 4:10 മുതൽ 15 വരെ ഇത്തിരി നീണ്ട ഭാഗമാണ്. അതങ്ങ് വായിക്കുക നവീനെ. നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയില്ല. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംബത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിഷമിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്റെ ശക്തനാത്മാവിൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എങ്കിലും എന്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. ഫിലിപ്പ്യരെ, സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കദോനിയിൽ നിന്ന് പുറപ്പെട്ടാലെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു. ഈ ഒരു പാസേജിൽ വലിയൊരു അപകടമുണ്ട് സഹോദരങ്ങളെ. എന്തെന്ന് ചോദിച്ചാൽ, ശുശ്രൂഷകന്മാരൊക്കെ ഇത് വലിയ സമർപ്പണത്തിൽ വായിച്ചെങ്കിൽ മാത്രമേ ഉത്തരം കിട്ടുള്ളൂ, അല്ലെങ്കിൽ അപകടത്തിൽ പോകും. അതിലെ അപകടം, പൗലോസിൻ്റെ 2ാം മിഷൻ യാത്രയിൽ താൻ ആദ്യം വരുന്നത് ഈ മക്കദോനിയ പ്രൊവിൻസിൽ. അതിലെ ആദ്യത്തെ പട്ടണം ഫിലിപ്പിയാണ്. അപ്പോൾ ഫിലിപ്പിയിൽ നിന്ന് നേരെ ആംഫിപോലിസ് വഴി താൻ വരുന്നത് തെസ്സലോനിക്കയിലേക്കാണ്. തെസ്സലോനിക്കയിൽ നിന്ന് ബറോവയിൽ നിന്ന് ഏഥൻസിൽ നിന്ന് പിന്നെ കൊരിന്ത്, ഇങ്ങനെയാണ് ആ യാത്ര. ആ യാത്രയിൽ നോക്കണം, തൻ്റെ കനമുള്ള പേഴ്സുമായിട്ടൊന്നും അല്ല താൻ സഞ്ചരിക്കുന്നത്. തൻ്റെ പേഴ്സ് എന്ന് പറയുന്നത് ആരാ? തന്നെ വിളിച്ചവനാണ് തൻ്റെ പേഴ്സ്. അങ്ങനെയാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ സഞ്ചരിച്ച് ഫിലിപ്പിയിൽ വന്നു. അവിടെ രക്താംബരം വിൽക്കുന്ന തുയത്താരക്കാരി പിന്നെ ലുദിയ അവിടെ വഴിക്ക് നിൽപ്പുണ്ടെന്നൊന്നും ഓർത്തിട്ടല്ല വന്നത്. ഏലിയാവിനോട് വലിയവനായ ദൈവം പറഞ്ഞു, അവിടെ സരേഫാത്തിൽ ഒരു വിധവയുണ്ട്, അവളുടെ കയ്യിൽ ആകെ ഒരു അപ്പയേ ഉള്ളൂ. ആ അപ്പവുമായിട്ട് അവളും അവളുടെ മകനും കൂടെ ഭക്ഷിച്ച് മരിക്കാനിരിക്കുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ആ ഒരപ്പം മാത്രമുള്ള വിധവയുടെ വീട്ടിലേക്കാണ് ഏലിയാവിനെ പറഞ്ഞു വിട്ടത്. അതേസമയം പൗലോസിനോട് അവിടെ വിധവയുണ്ടെന്നോ അല്ലെങ്കിൽ രക്താംബരക്കാരി ഉണ്ടെന്നോ യൗവനക്കാരനുണ്ടെന്നോ ആരുടെ കാര്യം പറഞ്ഞില്ല. പൊക്കോളാനാണ് പറഞ്ഞത്. ചുമ്മാ ഒരു മക്കദോന്യ പുരുഷൻ അടുത്ത് വന്നു നിന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ദേശത്ത് വന്ന് സുവിശേഷം അറിയിക്കാൻ. അപ്പോൾ മക്കദോന്യ പുരുഷനെ കണ്ടിട്ട് പൗലോസ് ഇറങ്ങി തിരിച്ചു. അവിടെ ചെന്നപ്പോൾ ഒരു മക്കദോന്യ പുരുഷനും ഇല്ല. മനസ്സിലാക്കണം, ആത്മീയ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ദൈവം പലരെയും വിളിച്ചിറക്കിയിട്ട് ദൈവം മൗനമായിട്ടിരിക്കും. അങ്ങനത്തെ സാഹചര്യമുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല. അങ്ങനത്തെ സാഹചര്യത്തിലൂടെ പോയിട്ടുള്ളവർക്ക് മാത്രമേ പിടികിട്ടുള്ളൂ. അപ്പം നമ്മളങ്ങ് വല്ലാതെയായി പോവും. അയ്യോ, ദൈവമാണോ വിളിച്ചത്? സംശയങ്ങളായി പോവും. ദൈവമാണ് വിളിച്ചതെങ്കിൽ എനിക്ക് അതിനുള്ള സംവിധാനങ്ങളൊന്നും അവിടെ കാണുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചു പോവും. പക്ഷേ ഒരു അല്പസമയത്തേക്കാണ് നമ്മുടെ മനോനില എങ്ങനെയുണ്ടെന്നാണ് ദൈവം നോക്കുന്നത്. അത് കഴിയുമ്പോൾ തക്ക സമയത്ത് പുഴവക്കത്ത് ലുദിയ ഉണ്ടായിരിക്കും. നമ്മൾ പുഴവക്കത്തേക്ക് എത്തിയിട്ടില്ല, അതിനു മുമ്പ് അങ്ങ് പാനിക്കായിരുന്നേ ഉള്ളൂ. പുഴവക്കത്ത് ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെതായ കാര്യപരിപാടി അവിടെ വെളിപ്പെടുത്തും. തുയത്താരക്കാരി ലുദിയ അവിടെ നിൽപ്പുണ്ടാവും. അപ്പോൾ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു ലുദിയായും കണ്ടിട്ടല്ല പൗലോസ് യാത്ര തിരിച്ചത്. മക്കദോനിയയിൽ ഒരു സഭ സ്ഥാപിക്കുകയാണ്, അതിലെ ആരംഭം കുറിക്കുകയാണ് ഫിലിപ്പിയിൽ ഈ സഭ അങ്ങനെ ആരംഭം കുറിച്ചു. അവർ ഉത്സാഹത്തിൽ വന്നു, വചനത്തിൽ അങ്ങനെ നിറഞ്ഞു വന്നു. പൗലോസ് പിന്നെ ഈ യാത്ര ചെയ്യുകയാണ്. ഈ യാത്രയിൽ പുതിയ സ്ഥലങ്ങളിലാണ് ചർച്ച് പ്ലാന്റിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മുൻപോട്ട് പോയി പല സ്ഥലങ്ങളിലും വേല വികസിച്ചു വന്നു, അല്ലെങ്കിൽ പുതിയ ചർച്ചസ് ആരംഭിച്ചു. ആ സമയത്തൊക്കെ ഫിലിപ്പിയിലുള്ളവർ പൗലോസിന് വേണ്ടി ഈ പറയപ്പെട്ട ദ്രവ്യം കൊടുത്തയച്ചിരുന്നു പല നിലകളിൽ. അന്ന് എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്തിക്കാൻ കഴിയുന്നത് ആ നിലയിൽ അവരത് ചെയ്തിട്ടുണ്ട്. എന്നാൽ മറ്റ് സ്ഥാപിതമായ സഭകളൊന്നും ആ കാര്യത്തിൽ അത്ര ശ്രദ്ധ ചെലുത്തിയില്ല. അവരൊന്നും മോശക്കാരായിട്ടല്ല, ഒരുപക്ഷെ ആ കാര്യം അവർക്ക് ക്ലിക്കായി കാണില്ല, അല്ലെങ്കിൽ ഇതൊരു ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടി ദൈവം ഫിലിപ്പിനെയായിരിക്കും ഉപയോഗിച്ചത്. അങ്ങനെ ചിന്തിക്കാം. അപ്പോൾ ഇതിൻ്റെ സാരം എന്താ? അങ്ങനെ പൗലോസ് അവരോടൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഞാനിങ്ങനെ പുതിയ സ്ഥലത്ത് പോവുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി കരുതണം, നിങ്ങൾ എനിക്ക് വേണ്ടി അയച്ചു തരണം, പിന്നെ ഞാനതൊരു ലേഖനമൊക്കെ എഴുതും, നിങ്ങളെക്കുറിച്ച് ഞാൻ പുകഴ്ത്തും, അടിച്ചു പൊക്കും എന്നൊന്നും പൗലോസ് ആരോടും പറഞ്ഞില്ല. പൗലോസ് സ്വാഭാവികമായി മുൻപോട്ട് പോയി. ഈ ജനം ആ ഫെലോഷിപ്പിൻ്റെ മഹത്വം മനസ്സിലാക്കി പൗലോസുമായിട്ട് ആ ഫെലോഷിപ്പ് ആചരിച്ചു. അവർ ഈ കാര്യങ്ങൾക്ക് വേണ്ടി മുൻപോട്ട് പോകുമ്പോൾ സന്ധാരണത്തിന് വേണ്ടിയ കാര്യങ്ങളുണ്ടല്ലോ, അതിനുവേണ്ടി അവർ കൈ അയച്ചു കൊടുത്തു.
അത് പൗലോസ് പിന്നീട് ഒരു പ്രോത്സാഹനം പോലെ, ഒരു പ്രശംസ പോലെ പറയുകയാണ്. അതൊരു സുഗ്രാഹ്യമായ യാഗമായിട്ട് ഞാൻ കൈക്കൊണ്ടിരിക്കുന്നു. അത് ദൈവസന്നിധിയിൽ വലിയ പ്രസാദകരമായ കാര്യമാണെന്ന് ഈ സംഭവത്തിനും ഒരു 6-7 വർഷം കഴിഞ്ഞ് ഈ ലേഖനം എഴുതുന്നത്. ഇത് സംഭവിച്ചിട്ട് ഒരു 6-7 വർഷം കഴിഞ്ഞ് ലേഖനം എഴുതുമ്പോഴാണ് പറയുന്നത്. അല്ലാതെ തുടക്കത്തിൽ താൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞുകൊണ്ടല്ല വരുന്നത്. നിങ്ങൾ തന്നാൽ അതൊരു യാഗമായിരിക്കും, നിങ്ങൾ തന്നില്ലെങ്കിൽ വേല എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, നിങ്ങളിതെല്ലാം ഇങ്ങനെ അടച്ചുപൂട്ടി വെച്ചിരിക്കുകയാണല്ലോ. എല്ലാവരും പോക്കറ്റ് എടുക്കൂ, പോക്കറ്റല്ലോ, എല്ലാവരും പേഴ്സ് എടുക്കൂ, എല്ലാവരും തുറക്കൂ, ഇടൂ എന്നൊന്നും പൗലോസ് ഒന്നും പറഞ്ഞില്ല. എടുക്കണോ ഇടണോ എന്നൊക്കെ ഉള്ളത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ ക്രൂശിൻ്റെ ദർശനം കണ്ടവരാണോ? ഇപ്പോൾ വേല നടക്കുന്നുണ്ടോ? വേലയ്ക്ക് ഇത് ആവശ്യമാണെന്നുള്ളത് നിങ്ങളെ പരിശുദ്ധാത്മാവ് ധരിപ്പിക്കണമല്ലോ. പരിശുദ്ധാത്മാവ് ധരിപ്പിക്കാതെ വെറുതെ ഇമോഷണലായിട്ട് ചിലർ പേഴ്സ് എടുക്കും. ഇമോഷണലായിട്ട് പേഴ്സ് എടുത്തിട്ട് ശരി 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 എന്ന് പറയും. അങ്ങനെ ഇമോഷണലായിട്ടൊന്നും ആരും എടുക്കണ്ട. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധ്യം തരുന്നെങ്കിൽ വേലയ്ക്ക് അനിവാര്യമാണ്. പൗലോസ് ഇപ്പോൾ ഇന്ന സന്നിഗ്ധ ഘട്ടത്തിലാണ്, അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യേണ്ടതുണ്ട്, അപ്പം കുതിരവണ്ടിയിൽ ഒരു 2 രൂപ കൊടുക്കേണ്ടതുണ്ട് എന്നൊക്കെയുള്ള കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുമെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ചെയ്താൽ മതി. അങ്ങനെ ചെയ്ത കാര്യം വർഷങ്ങൾക്ക് ശേഷം പൗലോസ് എടുത്തു പറയുന്നതാണ് ഫിലിപ്പി ലേഖനത്തിൽ. അല്ലാതെ ഇത് പണസമ്പാദനത്തിന് വേണ്ടിയോ, സമ്പാദനമല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയുള്ളൊരു അപേക്ഷയോ അതിനുവേണ്ടി ഒരു അപ്പീലൊന്നും അല്ല. ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഇത് സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഞാനിങ്ങനെ മുന്നോട്ട് പോവുക. ഇതിനിടയിൽ ആരൊക്കെയോ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ യാത്രാപഥങ്ങളിൽ. ഞാനിപ്പം നിലവിൽ ലേഖനമൊന്നും എഴുതിയിട്ടില്ല. ഞാൻ എപ്പോഴെങ്കിലും ലേഖനം എഴുതുകയാണെങ്കിൽ അത്യത്ഭുതകരമായ ചില ലേഖനങ്ങൾ എഴുതേണ്ടി വരും. ഞാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യക്കുഞ്ഞിനോട് ഒന്നും ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല, ഒന്നും പറയാറുമില്ല, അതിൻ്റെ ലക്ഷണവും കാണിക്കാറില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം അതാത് സമയങ്ങളിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതെല്ലാം സ്വർഗം ഒരു സുഗ്രാഹ്യ യാഗമായി സ്വീകരിച്ചിട്ടുണ്ടാകാം. അപ്പോൾ എൻ്റെ ബോധ്യം, എൻ്റെ വിശ്വാസം എന്താ? ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്, വിശേഷാൽ ആ ഒരു പാസേജിൽ നിന്ന് ഞാൻ എന്താ പഠിക്കുന്നത്? വിശ്വാസത്താൽ പൗലോസ് വേല ചെയ്ത് മുൻപോട്ട് പോയി. താൻ ധനത്തെക്കുറിച്ചൊന്നും അന്വേഷിച്ചില്ല, എങ്ങനെ ജീവിക്കുന്നൊന്നും താൻ തലപുകഞ്ഞില്ല. തക്ക സമയത്ത് പൗലോസിന് വേണ്ടി കരുതാൻ ദൈവം ആളുകളെ ആക്കി വെച്ചിരുന്നു. ആ ആളുകളിലൂടെ വേല മുന്നോട്ട് പോയി, പൗലോസ് മുൻപോട്ട് പോയി. അതൊന്നും വലിയ അമിത പ്രാധാന്യത്തോടെ ഒന്നും സംസാരിക്കുന്നില്ല. എന്തിനാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്? നമ്മുടെ സഹോദരങ്ങൾ ചോദിക്കുക, പരിശുദ്ധാത്മാവിനെ മാത്രം കിട്ടിയാൽ ജീവിക്കാൻ പറ്റുമെന്ന്. നിങ്ങൾ ഈ വാക്കുകളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വല്ല പിടിയുണ്ടോ? പെന്തിക്കോസുകാരാ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ഏത് പെന്തിക്കോസുകാരെക്കാളും ഭക്തിക്കൊത്ത ജീവിതം നയിച്ചവരാണ് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, മോശയും ദാവീദും ഏലിയാവും ഏലീശയും എന്നുവേണ്ട അസംഖ്യം പ്രവാചക ശ്രേഷ്ഠന്മാരുണ്ട് പഴയ നിയമത്തിൽ. ഈ പഴയ നിയമ ഭക്തന്മാരുടെ ആരുടെയും ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ പകർന്നതുപോലെ പരിശുദ്ധാത്മാവിനെ പകർന്നിട്ടില്ല. അവരെ ഓരോ ദൗത്യ നിർവഹണത്തിൽ സഹായിക്കുക മാത്രമാണ് പരിശുദ്ധാത്മാവ് ചെയ്തിട്ടുള്ളത്. ദൈവിക ഉദ്ദേശങ്ങൾക്കും പദ്ധതികൾക്കും വേണ്ടി അവരെ തിരഞ്ഞെടുത്ത് ഓരോരോ അസൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അവരെ തിരഞ്ഞെടുത്തു. ആ അസൈൻമെൻറ്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി അവരെ ദൈവം പരിശുദ്ധാത്മാവിൽ നടത്തി, അത്ര തന്നെ. പക്ഷെ അങ്ങനെയല്ല നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒന്ന് വാസം ചെയ്ത് ലെഫ്റ്റും റൈറ്റും നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുറവുകൾ നമ്മെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, നമുക്ക് വേണ്ടുന്ന ദൈവശക്തി നമ്മിൽ പകർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ ഇത്? ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എങ്ങനെ ചിന്തിക്കും? അയ്യോ, ഞാൻ ചിന്തിക്കുമ്പോൾ ജോസഫിൻ്റെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ വിഷയം. പൊത്തിഫേറിൻ്റെ വീട്ടിൽ നിന്ന് മിസ്രൈമിലെ സിംഹാസനത്തിലേക്ക് കയറിയ ജോസഫിൻ്റെ ക്വാളിറ്റി എനിക്കുണ്ടോ? വലിയ ചോദ്യമാ. പിന്നെ ആഹാബ് എന്ന് പറയുന്ന രാജാവിൻ്റെയും അവൻ്റെ പെമ്പിളയുടെയും മുമ്പിൽ നട്ടല് വളയ്ക്കാതെ നിന്ന ഏലിയാവിൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ ആ ഏലിയാവിനെ പോലെ ആ ഏലിയാവിൻ്റെ അടുത്ത് ഞാൻ എങ്ങനെ നിൽക്കും? പ്രോട്ടോകോൾ അനുസരിച്ച് അവരെല്ലാം താഴെയാ. പക്ഷെ ഞാൻ അവരുടെ ഗുണഗണങ്ങൾ നോക്കുമ്പോൾ, അവരുടെ മഹിമ നോക്കുമ്പോൾ, എൻ്റെ ദൈവമേ, അതിൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെ നിൽക്കുമെന്നുള്ളതാണ് എൻ്റെ ടെൻഷൻ. അതല്ലേ എൻ്റെ ടെൻഷൻ. അപ്പം ഈ ഭക്തന്മാരുടെ ഒന്നും ജീവിതത്തിൽ പകരാത്ത കാര്യമാണ് എന്നിൽ പകർന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ഗൗരവത്തിൽ തന്നെ ആ വിഷയം എടുത്താൽ തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ. മത്തായിയുടെ സുവിശേഷത്തിൽ പറയാണ്, ഇങ്ങനെ ചോദിക്കുകയും അന്വേഷിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നന്മ ലഭിക്കുമെന്ന്. നന്മ ലഭിക്കും. ആ നന്മ എന്ന് പറയുമ്പോൾ ഉടനെ നിങ്ങൾ ഈ മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിലേക്ക് എന്തിനാ ചിന്തിക്കുന്നത്?
അത് മനസ്സിലായില്ലെങ്കിൽ കൂടുതൽ തെളിഞ്ഞു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം തുറക്കാൻ പരിശുദ്ധാത്മാവ് പറയും. ലൂക്കോസിന്റെ സുവിശേഷം തുറക്കുമ്പോൾ നമുക്ക് ഈ സെയിം പാസേജ് അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുകയല്ലേ, എടുത്തെഴുതിയിരിക്കുക. ഒരു വാക്ക് മാത്രമേ മാറിയിട്ടുള്ളൂ. നന്മ എന്നുള്ള സ്ഥാനത്ത് അവിടെ പരിശുദ്ധാത്മാവെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ അതുകൊണ്ട് വീക്ഷിക്കുന്നത് എന്താ? 23-ാം സങ്കീർത്തനം കൂടെ ചേർത്ത് വയ്ക്കും. നാം സഞ്ചരിക്കുന്ന സമസ്ത മേഖലയിലും നമ്മെ അനുഗമിക്കുന്നത് പരിശുദ്ധാത്മാവല്ലേ? അല്ലെങ്കിൽ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലത്ത് തന്നെ പിന്തുടരും. അതായത് എഫേസ്യ ലേഖനത്തിൽ പറയുന്ന പോലെ മഹാകരുണയാലാണ് ഈ രക്ഷ നമുക്ക് സാധിപ്പിച്ചു കിട്ടിയത്. മഹാകരുണയാൽ, അങ്ങനെ എഴുതിയിരിക്കുന്നത്, മഹാകരുണയാൽ. കരുണാസമ്പന്നനായ ദൈവം തൻ്റെ മഹാകരുണയാൽ നമ്മെ രക്ഷിച്ചു. ദെൻ തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്നല്ലോ. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന നന്മ നമ്മെ അനുഗമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഹോസ്പിറ്റലിലും ICUയിലും അങ്ങനെ പലയിടത്തുമൊക്കെ പോയ കാര്യം കേട്ടില്ലേ? നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന അക്കൗണ്ട്സിലുള്ള പണമോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ഈ മെറ്റീരിയലായിട്ടുള്ള വെൽത്ത് അതൊന്നും നമ്മെ അനുഗമിച്ചില്ല. അതൊന്നും നമുക്ക് ആശ്വാസവും തന്ന കാര്യമല്ല. അപ്പോൾ ചോദിക്കും ഹോസ്പിറ്റലിൽ ബില്ല് കൊടുക്കാൻ അത് വേണ്ടതെന്ന്. സൗരങ്ങളെ, അങ്ങനെയൊക്കെ ചിന്തിക്കില്ലേ നിങ്ങൾ? അപ്പോൾ ആ ഹോസ്പിറ്റലിലെ ICU യൂണിറ്റിൽ നമ്മെ ആശ്വസിപ്പിച്ചതാരാ? പരിശുദ്ധാത്മാവല്ലേ. അവിടെ നിങ്ങളുടെ ഭാര്യയ്ക്ക് കയറി വരാൻ പറ്റുമോ? നിങ്ങളുടെ ഭർത്താവിന് അവിടെ കയറി വരാൻ പറ്റുമോ? നിങ്ങളുടെ സഹോദരങ്ങൾക്കോ മക്കൾക്കോ ആർക്കും അവിടെ കയറി വരാൻ കഴിയില്ല. നിങ്ങൾ തനിച്ച് കിടക്കുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, അങ്ങനെയൊക്കെ നമ്മളൊക്കെ പലരും പോയി കിടന്നിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ പറഞ്ഞതാ, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. നമ്മൾ നടുക്കടലിലൊക്കെ ആകപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൻ്റെ. അവിടെ ഭാര്യയ്ക്ക് ഭർത്താവിനെ മനസ്സിലാകുന്നില്ല, ഭർത്താവിന് ഭാര്യയെ മനസ്സിലാകുന്നില്ല, മക്കൾക്ക് അപ്പനെ മനസ്സിലാകുന്നില്ല, അമ്മയ്ക്ക് മക്കളെ മനസ്സിലാകുന്നില്ല എന്നു വേണ്ട അങ്ങനത്തെ നടുക്കടലിൻ്റെ അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ പോയിട്ടുള്ളവരല്ലേ. ഇപ്പം ഇന്ന് നമ്മൾ യോഗ്യരായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം പ്രതിസന്ധികളിലൂടെയൊക്കെ പോയ മനുഷ്യരാ. പലതരം ഫ്രിക്ഷനുകൾ ഉണ്ടായിട്ടില്ലേ നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ പോയ സമയത്തും ഒക്കെ നമ്മൾ തകർന്നു പോകാതിരുന്നത്, മുടിഞ്ഞു പോകാതിരുന്നത് ഈ പറഞ്ഞ വല്ലതുമൊക്കെ ഉണ്ടായതുകൊണ്ടാണോ? അല്ല, ഒന്ന് ചിന്തിച്ചേ. ഇതൊക്കെ ഉണ്ടായതുകൊണ്ടാണോ? ഞാൻ അടുത്തിടയ്ക്ക് ഒരു പെൺകുട്ടിയെക്കുറിച്ച് കേട്ടപ്പോൾ എൻ്റെ ദൈവമേ, ഇട്ടുമൂടാനുള്ള ധനമുണ്ട് അവർക്ക്. ഇട്ടുമൂടാനുള്ള ധനം. ഇട്ടുമൂടാൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു മലയാളമാണ്, ഒരു പഴയ മലയാളമാണ്, ഒരു ഫ്രൈസാ ഇട്ടുമൂടാൻ എന്ന് വെച്ചാൽ അതിന് മാത്രം ഉണ്ടെന്ന്. പക്ഷേ നിസ്സാര മാസങ്ങൾക്കുള്ളിൽ അവളുടെ കുടുംബജീവിതം തകർന്നുപോയി. ഇപ്പോൾ അവൾ ഏകയായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ വാക്യങ്ങളൊക്കെ പ്രകാരം അവളുടെ ജീവിതത്തിൽ നന്മയുണ്ടെന്ന്, അവൾക്ക് നന്മയുണ്ട്, ജീവിതം ഒരു പരുവത്തിലായിട്ട് നിൽക്കുകയല്ലേ. ഈ ധനവും അതിൻ്റെ കുറച്ച് അഹങ്കാരമൊക്കെ കാണുമായിരിക്കും. അപ്പോൾ അങ്ങനെ വാശിയും വൈരാഗ്യമായിട്ട് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാണ് മറ്റേ പുള്ളിക്കാരനോട് ഗെറ്റ് ഔട്ട് പറഞ്ഞാണ്. അതേസമയം ഈ യഥാർത്ഥ നന്മ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന നന്മ അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് ലഭിക്കില്ലേ, ആലോചന ലഭിക്കില്ലേ? മർക്കോസിൻ്റെ സുവിശേഷമൊക്കെ വായിച്ച് കേൾപ്പിക്കില്ലേ പരിശുദ്ധാത്മാവ്? അതുകൊണ്ട് ഭാര്യ ഉപേക്ഷിക്കുന്നോ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നോ ഒന്നും യോഗ്യമല്ല. അങ്ങനെ നിങ്ങൾക്ക് മുൻപോട്ടൊരു യാത്രയില്ല. ഒരുവൾക്ക് ഒരുവനും ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും സ്വപ്നം പോലും കാണണ്ട അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെയുള്ള കാര്യം പരിശുദ്ധാത്മാവ് ബോധ്യം കൊടുത്തേനെ. പക്ഷേ ഒന്ന് പറഞ്ഞ് രണ്ടിനെല്ലാം അറുത്ത് മുറിച്ച് പാട്ടിന് പോയി. അപ്പം നന്മയുണ്ടോയെന്ന് ചോദിച്ചാൽ വീട്ടിൽ ഇഷ്ടം പോലെയുണ്ട്, കുന്നുകൂടി കിടക്കുക. അതാണോ നന്മ? ഇതൊക്കെ ഒരു പുതിയ നിയമ വീക്ഷണത്തിലാണ് നമ്മൾ കാണുന്നത്. അടിച്ചേൽപ്പിക്കുന്നതല്ല. നിങ്ങൾ ശാന്തമായിരുന്ന് ചിന്തിക്കണം. ശാന്തമായിരുന്ന് ചിന്തിക്കുമ്പോൾ ഒരു പഴയ നിയമ വ്യൂവിലല്ല ഇതൊക്കെ കാണേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ ഒരു പഴയ നിയമ വ്യൂവിലല്ല നിങ്ങൾ കാണേണ്ടത്, ഒരു പുതിയ നിയമ വ്യൂവിൽ തന്നെ കാണണം. അങ്ങനെ കാണുമ്പോഴാണ് നാം ഈ ഭൂമിയിൽ അന്യരും പരദേശികളാണെന്നുള്ളത് ഓർക്കണം, നാം യാത്രക്കാരാണെന്നുള്ളത് ഓർക്കണം. നാം ഇപ്പോൾ ഏതൊക്കെയോ ജംഗ്ഷനുകളിലാണ്. നിങ്ങളൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവരല്ലേ? ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ടില്ലേ? വെയിറ്റിംഗ് ഷെഡ് എന്ന് പറയുന്ന സ്ഥലം, അവിടെ ഇങ്ങനെ ഒരു ബെഞ്ച് ഇട്ടിട്ടില്ലേ? ആ ബെഞ്ചിലൊക്കെ ഇരുന്നിട്ടില്ലേ? ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങളുടെ വണ്ടി വരും, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വരും. ചിലരുടെ വണ്ടി 1 മണിക്കൂർ കഴിഞ്ഞ് വരും. ആ 1 മണിക്കൂർ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുന്നു. 1 മണിക്കൂർ കഴിഞ്ഞ് വണ്ടി വരും. വണ്ടി വരുമ്പോൾ നിങ്ങൾ പൊടി തട്ടിയിട്ട് ആ വണ്ടി കയറി പോവും. അല്ല, ഞാൻ ഈ വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കാന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂറായി. ഞാൻ ഈ വെയിറ്റിംഗ് ഷെഡുമായിട്ട് വലിയൊരു ഗാഢ ബന്ധത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ വലിയൊരു അറ്റാച്ച്മെൻറ്റിലേക്ക് വന്നിരിക്കുകയാണ് ഈ ബെഞ്ചുമായിട്ട്. എനിക്ക് ഈ ബെഞ്ചിനെ പിരിയാൻ പറ്റില്ല. ഞാൻ പോകുന്നില്ല. ആ വണ്ടി വരുമ്പോൾ ടാറ്റ, പൊക്കോ, നിങ്ങൾ പൊക്കോ, ഞാൻ വരുന്നില്ല. ഞാൻ ഈ ബെഞ്ചിൻ്റെ ഒരു സൈഡ് ഞാൻ എനിക്കായിട്ട് അതങ്ങനെ ഞാൻ വേലിയിട്ട് തിരിക്കാൻ പോവുക എന്നാരെങ്കിലും പറയുമോ? സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യരോടാണ് ഞാൻ സംസാരിക്കുന്നത്, വെറും പൊട്ടന്മാരോടൊന്നും അല്ലല്ലോ.
നമ്മൾ യാത്രക്കാരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചതല്ല, പത്രോസ് എഴുതി വെച്ചിരിക്കുകയാണ്. നാം ഇവിടെ അന്യരും പരദേശികളുമാണെന്നുള്ളതൊന്നും നമ്മളാരും കണ്ടുപിടിച്ചതല്ലെന്നേ. ഈ സഭയുടെ അടിസ്ഥാനമിട്ട, അതിനുവേണ്ടി അധ്വാനിച്ച ആദിമ അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ചതാണ്. 1 പത്രോസ് 2:11 വായിച്ചേ. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളുടെ ആത്മാവിനോടല്ല, നിങ്ങളുടെ പ്രാണനോട്, നിങ്ങളുടെ സോളിനോട് പോരാടുന്ന ജഡമോഹങ്ങളെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ തുടക്കം എന്താ? പ്രിയമുള്ളവരെന്ന് തന്നെ വിളിക്കുന്നത്. പ്രിയത്തിനൊന്നും കുറവില്ല. പക്ഷെ സത്യങ്ങളാണ് പറയുന്നത്. നാം പ്രവാസികളും പരദേശികളുമാണ്. വേറെ ഭാഗത്തുണ്ട് നാം യാത്രക്കാരാണ്. ഇതെല്ലാം കൂടെയൊക്കെ ചേർത്ത് വെച്ച് ചിന്തിക്കുക. നാം ഇപ്പോൾ യാത്രയുടെ ഏതൊരു ഘട്ടത്തിലാണ്? ഞാൻ എൻ്റെ 50 കഴിഞ്ഞ ഒരു ഘട്ടത്തിലായിരിക്കുന്നത്. 50 കഴിഞ്ഞു പോയി. പിന്നെ 50 കഴിഞ്ഞിട്ട് കാലങ്ങൾ എത്രയായി? 50 കഴിഞ്ഞിട്ട് വർഷങ്ങളായി. അപ്പോൾ അതൊരു ഘട്ടമാണ്. അപ്പം ഞാനിപ്പോൾ ഏതൊരു വെയിറ്റിംഗ് ഷെഡിലാണ്. അത്യാവശ്യം ബെഞ്ചാണോ സ്റ്റൂളാണോ എന്നത് അവിടെ കിട്ടിയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ആ സംവിധാനത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഇനി അടുത്ത കുറച്ചുകൂടെ കഴിയുമ്പോൾ വേറൊരു സ്റ്റേജിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വണ്ടി വരും. ആ വണ്ടി വരുമ്പോൾ നമ്മൾ കയറി പോകേണ്ടതുണ്ട്. അപ്പോൾ ഈ വണ്ടി വരുന്ന സമയം വരെ, ഈ വെയിറ്റിംഗ് ഷെഡ് മുതൽ വണ്ടി വരെ ഒരു സമയമുണ്ടല്ലോ. അടുത്ത വണ്ടി വരാനായിട്ട് 1 hour-നോ 2 hour-നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു സമയക്രമം. നമുക്കറിയില്ല. സാധാരണ വണ്ടിയുടെ സമയം എല്ലായിടത്തും പ്രദർശിപ്പിക്കും. ഈ പറഞ്ഞ വണ്ടിക്ക് സമയം അറിയില്ല. ഒന്നുമല്ലെങ്കിൽ മരണം എന്ന പേരിലായിരിക്കും ആ വണ്ടി വരുന്നത്, അല്ലെങ്കിൽ കാഹളം എന്നുള്ള പേരിലായിരിക്കും വണ്ടി വരുന്നത്. 2-1 അങ്ങനെ ഇതിൽ 2-1 ധ്വനിക്കും എന്തായാലും. അത് ഗ്യാരണ്ടിയാണ്. 3:45 ഗ്യാരണ്ടിയാണ്. അപ്പോൾ ആ ഒരു സമയം വരെയുള്ള നമ്മുടെ ചിന്താമണ്ഡലം എങ്ങനെയാണെന്നുള്ളതാണ്. നിങ്ങളുടെ ചിന്താമണ്ഡലത്തോട് പോരാടുന്ന എഴുതിയിരിക്കുന്നത്. നിങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച ബൈബിളല്ലേ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്? അതിനകത്തൊന്ന് നോക്കിയാൽ കാണാൻ മേലെ. പിന്നെ നമ്മുടെ പുറത്ത് കുതിര കയറാൻ വരണേ എന്തിനാ? അതിനകത്ത് പച്ചക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. നിശ്ചയമായും പോരാട്ടമുണ്ട്. ഈ 1 hour-ൽ പോരാട്ടമുണ്ട്. ഈ 1 hour എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ശരിക്കും ഞാനൊന്ന് കണക്ക് കൂട്ടി നോക്കിയപ്പോൾ 1.25 മണിക്കൂറിൽ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. 1.25 മണിക്കൂർ, അതായത് 70 ഏറിയാൽ 80. 70 വെച്ച് നോക്കിയാൽ 1.25 മണിക്കൂറും, പിന്നെ 80 വെച്ച് നോക്കിയാൽ ഒരു 1.5 മുകളിലായിരിക്കണം. നിങ്ങൾ പിന്നെ കണക്ക് കൂട്ടി നോക്കണം കേട്ടോ, എന്നെ ഒന്ന് അറിയിച്ചാൽ മതി. എൻ്റെ ഒരു ഊഹം വെച്ചിട്ടാണെങ്കിൽ വണ്ടി വരാനുള്ള സമയം ഒരു 1.25 മണിക്കൂറാണ്. അപ്പോൾ ഈ 1.25 മണിക്കൂറിനുള്ളിൽ കനത്ത പോരാട്ടങ്ങളുണ്ട് നിങ്ങൾക്ക്. പിന്നെ പോരാട്ടമില്ലാത്തൊരു ജീവിതമുണ്ടോ? പത്രോസ് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ്. പ്രവാസികളും പരദേശികളുമായ നിങ്ങളുടെ പ്രാണനോട് പോരാടുന്ന ജഡമോഹങ്ങൾ. ജഡം വെറുതെ ഇരിക്കുകയല്ല. ഇത് 2-ാം അധ്യായത്തിൽ നിന്നാണ് വായിച്ചത്. ശരിയല്ലേ നവീനെ? കറക്റ്റാ, 2-ാം അധ്യായത്തിൽ നിന്നാണ് വായിച്ചത്. അതേസമയം ഇതിന് മുൻപ് ഒരു 1-ാം അധ്യായമുണ്ട്. ആ 1-ാം അധ്യായത്തിൽ പത്രോസ് ലീഗ വളരെ കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷകളുണ്ടാകും, നിങ്ങളുടെ ജീവിതത്തിൽ പരിശോധനകളുണ്ടാകും, ടെസ്റ്റും ഉണ്ടാകും, ടെംപ്റ്റേഷനും ഉണ്ടാകും. 2 വാക്യങ്ങളാ. 1-ന്റെ 7-ാം വാക്യത്തിൽ പറയുന്നു പരിശോധനയുണ്ടെന്ന്, 6-ാം വാക്യത്തിൽ പറയുന്നു പരീക്ഷയുണ്ടെന്ന്. എന്നിട്ട് 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ വരുമ്പോൾ പറയാണ് അതിൻ്റെ രീതികളാണ് പറയുന്നത്. ജഡമോഹങ്ങൾ, നിങ്ങളിൽ വസിക്കുന്ന ജഡം, കാർണൽ നേച്ചറുണ്ട് നമ്മിൽ, ആ ഫാളൻ നേച്ചറുണ്ട് നമ്മിൽ. പിന്നെ പഴയ മനുഷ്യനെയും ചുമ്മിക്കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. അതെ, ഏതൊരു ഉദയജി പറഞ്ഞ പോലെ പഴയ മനുഷ്യനെ നമ്മൾ അടക്കിക്കളഞ്ഞെന്ന്. സഹോദരങ്ങളെ, അതൊക്കെ എന്താ പറയുക, അതൊക്കെ അതിൻ്റെ ലീഗൽ സൈഡിലാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. സ്നാനത്തിൽ പഴയ മനുഷ്യനെ അടക്കി കഴിഞ്ഞു, പിന്നെ സ്നാനത്തിൽ പഴയ മനുഷ്യനെ ക്രൂശിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ വേറെ വാക്യമില്ലേ? ഒരു വാക്യമുള്ളൂ വേദപുസ്തകത്തിൽ, ആ ഒരു വാക്യമുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെയും പൗലോസ് ലീഗ പറയുക, ഞാൻ ദിവസേന ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ക്രൂശിച്ച് കഴിഞ്ഞെങ്കിൽ പിന്നെ എന്തിനാ പിന്നെയും ക്രൂശിക്കുന്നത്? അതിൻ്റെ ആത്മീയ ഭാഷകളൊന്നും നമ്മുടെ ആളുകൾക്ക് പിടികിട്ടുന്നില്ല. ഒരു ലൈൻ കണ്ടു ഉടനെ അതൊക്കെ കയറി പിടിച്ചു, പഴയ മനുഷ്യനെ അടക്കി കഴിഞ്ഞു, ഇനി പഴയ മനുഷ്യനില്ല. ആരാ അത് പറഞ്ഞത്? അത് അമേരിക്കയിലുള്ളൊരു സായിപ്പ പറഞ്ഞു. സായിപ്പ് ഒരു പുസ്തകം എഴുതി, കൃപയിൻ ജീവിതം എന്നൊരു പുസ്തകം. സായിപ്പിൻ്റെ പുസ്തകത്തിൽ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, 10-200 പേജുണ്ട്. ഞാൻ കാശ് കൊടുത്ത് മേടിച്ചൊന്നുമല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട, എനിക്ക് ചുമ്മാ കിട്ടിയതാണ്. അങ്ങനെ എല്ലാം ഒന്നും ഞാൻ കാശ് കൊടുത്ത് മേടിക്കില്ല. ഇത് സായിപ്പിൻ്റെ പുസ്തകം എനിക്ക് ചുമ്മാ കിട്ടിയതുകൊണ്ട് ഞാൻ മേടിച്ചു വെച്ചു. ഞാൻ നോക്കിയപ്പോൾ പുള്ളി പറയുക, പഴയ മനുഷ്യനെ അടക്കി കഴിഞ്ഞു, ഇനി പഴയ മനുഷ്യൻ ഇല്ലെന്ന്. അടക്കി കഴിഞ്ഞു, ഇനി പുതിയ മനുഷ്യൻ, നമ്മൾ മാലാഖയായിരുന്നു. ഞാൻ മാലാഖയായിരുന്നു. എനിക്ക് ഏതായാലും അങ്ങനെ തോന്നിയിട്ടില്ല മാലാഖയായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? ഈ പഴയ മനുഷ്യൻ എൻ്റെ കൂടെയുണ്ട്. ഉയ്യോ, പോരാട്ടം പല നിലകളിൽ.
പല നിലകളിൽ പോരാട്ടങ്ങളുണ്ട്, യുദ്ധങ്ങളുണ്ട്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ജഡാഭിലാഷവും ആത്മാഭിലാഷവും തമ്മിൽ, അങ്ങനെ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് അങ്ങനെ വലിയ ജഡാഭിലാഷമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സഹോദരി എന്നോട് ഇങ്ങനെ ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറയത് ഒന്നുമില്ല, നത്തിങ്. ഏതാണ്ട് മൂത്താമ്പാക്കൽ കൊച്ചു കുഞ്ഞ് കിടന്ന ആ തട്ടുംപുറത്താ കിടക്കുന്നതെന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു സാഹചര്യം, അത് ഒരു മിസ്റ്റിക് അനുഭവമാണെന്ന് കൊച്ചുകുഞ്ഞ് തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടയാറന്മുള ലാഗ സെന്തോം മർത്തോമ പള്ളിയുടെ മുൻപിലുള്ള ആ സെമിട്രിയിൽ അദ്ദേഹം കിടപ്പുണ്ട്. അദ്ദേഹം അവിടെ കിടക്കുന്നതിന് മുമ്പ് കിടന്നത് തട്ടുംപുറത്താണ്. ഇടയാറന്മുളക്കാരി നമ്മുടെ അടുത്തിരുന്ന് കേട്ടോണ്ടിരിക്കുക. ഭക്തന്മാരൊക്കെ ജീവിച്ച നാട്ടിൽ നിന്ന് നമ്മുടെ പ്രസംഗം കേൾക്കാനായിട്ട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ. വലിയ സംഭവം തന്നെയത്. വേറെ ദുബായിക്കാരനും അബുദാബിക്കാരനും അമേരിക്കക്കാരനൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെയല്ല ആറന്മുളക്കാർ വരിക എന്ന് പറഞ്ഞാൽ, ഇടയാറന്മുളക്കാരൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അനേക ഭക്തന്മാർ ജീവിച്ച മണ്ണാണ് അതൊക്കെ. അനേക ഭക്തന്മാർ കടന്നുപോയ മണ്ണാണ്. സുവിശേഷത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ദൈവത്താൽ പ്രയോജനപ്പെട്ട ഒത്തിരി പേര് ജന്മം കൊണ്ട ദേശമാണതൊക്കെ. നമ്മുടെ അകമയുള്ള മനുഷ്യനോട് പോരാടുന്ന ജഡമോഹങ്ങൾ, അതിന് ഞാൻ പറഞ്ഞ ആ വാക്കുകളൊക്കെ നിങ്ങൾ ഓർക്കണം. അതായത് നാം യാത്രക്കാരാണ്, വെയിറ്റിംഗ് ഷെഡിലാണ്. 1-1.25 മണിക്കൂറോ, ആർക്കറിയാം എത്ര മണിക്കൂറുണ്ടെന്നോ, 1.5 മണിക്കൂറാണോ എന്നൊന്നും നമുക്കറിയില്ല. ഈ സമയത്ത് ഇങ്ങനെയുള്ള പോരാട്ടങ്ങളൊക്കെ വരുമ്പോൾ അതിനെ അതിജീവിക്കണമെങ്കിൽ നമ്മിൽ വചനം വേണം, നമ്മിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വേണം. പരിശുദ്ധാത്മാവിലും വചനത്തിലൂടെ അല്ലാതെ നമുക്ക് ഈ ജഡമോഹങ്ങളെയൊന്നും ജയിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സീരിയസ് ആയ പഠനങ്ങളിലൂടെയൊക്കെ ദൈവമക്കൾ കടന്നു പോകേണ്ടതുണ്ട്. എത്രയോ പേരാ നമുക്കറിയാവുന്നവർ നിൽക്കുന്നു എന്ന് തോന്നുന്ന പല ആൾക്കാരും മാസങ്ങൾ കഴിയുമ്പോൾ ആളുകൾ വീഴുന്നതാണ് കേൾക്കുന്നത്. എനിക്കറിയാവുന്ന ഒത്തിരി ആളുകളുടെ കാര്യം, ശുശ്രൂഷയിലുള്ള ആളുകൾ, അവരൊക്കെ ഇന്ന് പറയുന്നത് വിചിത്രമായ ഉപദേശങ്ങളൊക്കെയാണ്. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ആളുകൾ വഴിയിൽ നിന്ന് മാറിപ്പോയൊരു കാലം. വളരെ ഭയത്തോടു കൂടിയാണ് സഹോദരങ്ങളെ സംസാരിക്കുന്നത്. കർത്താവിൻ്റെ വരവ് ഒന്ന് വേഗമായിരുന്നെങ്കിൽ എന്ന് ഒന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം വേറൊന്നുമല്ല ശുശ്രൂഷകരാകട്ടെ, വിശ്വാസികളാകട്ടെ, ഉപദേശത്തിൽ നിന്നും പ്രമാണത്തിൽ നിന്നും വഴിമാറുന്ന കാഴ്ചകൾ ഇങ്ങനെ കാണുകയാണ്. അതെല്ലാം ഒന്നും നമ്മൾ പ്രസംഗത്തിൽ പറയുന്നില്ലെന്നേ ഉള്ളൂ. അതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. അത് ഉള്ളിലൊരു നൊമ്പരമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചില ബഹിർസ്ഫുരണങ്ങൾ പുറത്തേക്കൊക്കെ വരും എന്ന് മാത്രം, വരും. അപ്പോൾ നമ്മൾ ഈ ആദ്യം പറഞ്ഞതിലേക്ക് മടങ്ങിപ്പോവാം. ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് മടങ്ങിപ്പോവാം. ഈ പരിശുദ്ധാത്മാവിനെ കൊണ്ട് മാത്രം എങ്ങനെ ജീവിക്കും എന്നുള്ള ആ സഹോദരങ്ങളുടെ ചോദ്യം, ആ ചോദ്യത്തിന് സത്യത്തിൽ ഇങ്ങനെ പ്രസംഗിക്കുകയല്ല വേണ്ടത്. അവരെ എല്ലാം വിളിച്ചിരുത്തിയിട്ട് അവരോട് സംസാരിക്കുകയാണ് വേണ്ടത്. അവരോടൊക്കെ സംസാരിക്കുക വേണ്ടത്. പക്ഷെ അവരുടെ ലോക്കൽ ചർച്ചിലെ പാസ്റ്ററൊക്കെ അവരെക്കാൾ കട്ടിക്ക് ഈ ചോദ്യം ചോദിക്കുന്നവരെ, പരിശുദ്ധാത്മാവിനെ കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് ചോദിക്കും അവരുടെ പാസ്റ്റർ. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവരങ്ങനെ ചോദിച്ചില്ലേ അത്ഭുതമുള്ളൂ. നമ്മൾ ഇന്നലെ കിടന്നത് പാപത്തിൻ്റെ പടുകുഴിയിലാണ്, സാധ്യതയില്ലാത്ത സ്ഥലത്താണ്. മഹാകൃപയാൽ അവിടെ നിന്ന് നമ്മെ ഉയർത്തി കൊണ്ടുവന്നിരിക്കുന്ന ദൈവരാജ്യത്തിലേക്കാണ്. ആ ദൈവരാജ്യത്തിൽ കൊണ്ടുവന്ന ഒരുവനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ വാക്തത്വവും ദൈവത്തിൻ്റെ നിശ്ചയമാണ് അവനെ അന്ത്യത്തോളം നടത്തുമെന്നുള്ളത്. അത് വാക്തത്വമല്ലേ? ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കില്ല, കൈവിടില്ല. അതായത് ഈ പാക്കേജിനകത്ത് എല്ലാം ഉണ്ട്. ഇതാണ് ഒരു ദൈവവേദൽ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ കുറച്ചു പേരേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് താഴ്മയോടെ, വേണേൽ കാല് പിടിക്കുന്നതായിട്ട് കൂട്ടിക്കോ, അങ്ങനെ ഞാൻ നിങ്ങളോട് പറയാണ്. നിങ്ങളാരും മേലാൽ ഇങ്ങനത്തെ വാക്കുകളൊന്നും പറയരുത് സഹോദരങ്ങളെ. നിങ്ങളാരും പറയില്ലെന്ന് എനിക്കറിയാം. ഈ സൈസ് വിഡ്ഢിത്തങ്ങൾ, മണ്ടൻ ചോദ്യങ്ങൾ, പരിശുദ്ധാത്മാവ് ഉണ്ടായി ജീവിക്കാൻ പറ്റുമെന്ന് അവരുദ്ദേശിക്കുന്നത് എന്താ? കിടക്കാൻ വീട് വേണ്ടേ? ഭക്ഷിക്കാൻ ചാപ്പാടടിക്കാൻ ചാപ്പാട് വേണ്ടേ? പിന്നെ എന്താ, ഉടുക്കാൻ തുണി വേണ്ടേ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന പല സഹോദരിമാരും. നിങ്ങളിൽ ചിലരുടെയൊക്കെ കയ്യിൽ ഇപ്പോൾ കുഞ്ഞുങ്ങളിരിപ്പുണ്ട്. അതുപോലെ ചിലരുടെയൊക്കെ കയ്യിൽ കഴിഞ്ഞ നാളുകളിൽ കുഞ്ഞുങ്ങളിരിപ്പുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അവരൊക്കെ വലുതായി പോയി കാണും. ഈ കുഞ്ഞുങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളോട്, ഇന്നലെ ഞാൻ നമ്മുടെ ഷിജു പാസ്റ്ററെ കാണുവാനിടയായി. അദ്ദേഹം തൻ്റെ കുഞ്ഞുമായിട്ടാണ് വന്നത്. ആ കുഞ്ഞിനെ ഞാൻ നോക്കിയപ്പോൾ ഒരു 3 മാസം പ്രായമേ ഉള്ളൂ. ആ കുഞ്ഞൊരിക്കലും അതിൻ്റെ അപ്പനോട് ചോദിക്കുന്നില്ല, നമ്മളെങ്ങനെ ജീവിക്കും, ഞാൻ ജനിക്കുകയും ചെയ്തു, എൻ്റെ കാര്യത്തിലൊക്കെ അയ്യോ ഞാൻ ആരോട് ചോദിക്കും ദൈവമേ ഇതൊക്കെ. കർത്താവേ സ്തോത്രം. ജെയിംസേ, ഒരു 2 വാക്ക് പറയാവോ? ആ കൊച്ചങ്ങനെ ചോദിക്കുമോ ജെയിംസേ? കേട്ടോ, പിള്ളവായിൽ കള്ളവല്ലെന്നാ പറയുന്നത്. ഒരിക്കലും ആ കുഞ്ഞ് അങ്ങനെ ചോദിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നമുക്കറിയില്ല കേട്ടോ, ആ കൊച്ച അഭ്യാസിയാണോ
എൻ്റെ അടുത്ത് വന്നപ്പോൾ മര്യാദയ്ക്കാണ് കിടന്നത്. ഇടയ്ക്കിടയ്ക്ക് കണ്ണ് തുറക്കും, ഇടയ്ക്കിടയ്ക്ക് കണ്ണടയ്ക്കും, ഇടയ്ക്കിടയ്ക്ക് കണ്ണ് തുറക്കും, അങ്ങനെയൊക്കെ. പിന്നെ കയ്യിലിരിപ്പൊക്കെ നല്ലതാണോ മോശമാണെന്നൊന്നും എനിക്കറിയില്ല. തിരിച്ചു ചെല്ലുമ്പോഴാണോ ബഹളം ഉണ്ടാക്കുന്നതെന്നും അറിയില്ല. അവിടെ ചെല്ലുമ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾ ആ പാസ്റ്ററെ കൊണ്ടൊക്കെ പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്തു, പക്ഷേ എൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം വേണം. ഇങ്ങനെ ഈ പരിശുദ്ധാത്മാവിൽ മാത്രമൊന്നും ജീവിക്കാൻ പറ്റില്ല. എനിക്ക് തുണി കൊടുക്കാൻ കിട്ടുമോ, എനിക്ക് ചാപ്പാടടിക്കാൻ പറ്റുമോ, എന്നെ കല്യാണം കഴിപ്പിച്ചു വിടുമോ, എന്നെ പഠിപ്പിക്കുമോ, എന്നെ ഡോക്ടറാക്കുമോ, എഞ്ചിനീയറാക്കുമോ, ഇതൊന്നും 3 മാസമേ ഉള്ളൂ. അയാളെന്ന് ഏതാണ്ട് ഏതൊക്കെയോ കാണിക്കുന്നുണ്ട്. ഒന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. പിന്നെ അതിനിടയ്ക്ക് അത് എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ സിഗ്നലൊക്കെ അതിൻ്റെ തള്ളയ്ക്ക് കിട്ടുന്നുമുണ്ട്. അത് കാട്ടിക്കൂട്ടുന്ന ഏടാകൂടങ്ങളെല്ലാം സിഗ്നൽ കിട്ടും. സിഗ്നലിനനുസരിച്ച് അതിൻ്റെ അമ്മ എന്ത് ചെയ്യും? എല്ലാം തൂത്ത് തുടച്ച് എപ്പോഴും ഇങ്ങനെ ഫിറ്റായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. നമുക്കിങ്ങനെ കിടക്കുമ്പോഴൊക്കെ ചില സമയത്ത് രാത്രിയിലൊക്കെ തൊണ്ട വരണ്ടു പോകുന്ന പോലെയൊക്കെ തോന്നുമല്ലോ. പെട്ടെന്ന് നമ്മൾ എഴുന്നേറ്റ് ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കും. ഇതുങ്ങൾക്ക് അതിനൊക്കെയുള്ള വല്ലോ പാങ്ങുണ്ടോ അതുങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അത് അതിൻ്റെ സിഗ്നൽ കിട്ടും. അത് എന്നാ രീതിയിലുള്ള തരംഗമാണെന്ന് എനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ചൊരു പഠനത്തിൽ ഏർപ്പെട്ടിട്ടില്ല. എന്തോ ഒരു തരംഗം, ഒരു കാന്തിക തരംഗമെന്നോ ഒക്കെ ആയിരിക്കും. അത് ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോന്നും അറിയില്ല. ഉടനെ ഈ അമ്മ അതിൻ്റെ ചുണ്ട് നനച്ചു കൊടുക്കും, പല രീതിയിൽ നനച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഈ കുഞ്ഞിൻ്റെ ദാഹം മാറ്റും, അതിന് തക്ക സമയത്ത് ഫീഡ് ചെയ്യും, എല്ലാം ചെയ്യും. ഈ ദോഷിയായ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുമെങ്കിൽ നമ്മുടെ സ്വർഗീയ പിതാവ് ഈ യാത്രയ്ക്ക് വേണ്ടുന്ന എല്ലാം കരുതിയിട്ടില്ലേ? ഞാനിത് എത്ര ഉച്ചത്തിൽ പറയും ദൈവമേ. ഈ യാത്രയിൽ വഴിയിലെല്ലാം കരുതിയിട്ടില്ലേ? ഇല്ലേ? നിങ്ങൾക്ക് വേണ്ടി മാറയിൽ വെള്ളമില്ലേ? ആ വെള്ളത്തിന് കയ്പുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം അവിടെ ഇല്ലേ? രഫീദീമിൽ നിങ്ങൾക്ക് വേണ്ടി പാറ പിളർക്കപ്പെടില്ലേ? എലീമിൽ നിങ്ങൾക്ക് വേണ്ടി അവിടെ കിണറുകൾ സജ്ജമല്ലേ? അവിടെ ഈന്തപ്പന സജ്ജമല്ലേ? ഈ വഴിയാത്രയിൽ നിങ്ങൾക്ക് വേണ്ടത് സകല കാര്യങ്ങളും സജ്ജമല്ലേ? പിന്നെ നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? പരിശുദ്ധാത്മാവിന് മാത്രം മതിയോ എന്നൊക്കെ. ഈ ഭൂമിയിൽ ഒരു പോരാട്ട വീര്യത്തോടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ പകർന്നിരിക്കുന്നത്. പഴയ നിയമ ഭക്തന്മാരെ എല്ലാ പരിശോധനകളിലൂടെ വിട്ടു. നീ മനസ്സിലാക്കണം, ഒറ്റ ഒരാൾ ജയിച്ചിട്ടില്ല. പല നിലകളിൽ തലകുത്തിപ്പോയി. ഇന്ന് നമ്മെ ജയാളികളായി നിർത്താനാണ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. വരാൻ പോകുന്ന സിംഹാസനത്തിൽ ജയാളികൾ ഇരിക്കുന്ന സിംഹാസനമാണത്. ആ സിംഹാസനത്തിൽ പഴയ നിയമത്തിൽ നിന്ന് ആരും കയറിയിരിപ്പില്ല. മാളികമുറിക്ക് ശേഷമുള്ളവർക്ക് മാത്രമേ അതിനുള്ള സാധ്യതയുള്ളൂ. ജയാളികളുടെ സംഘത്തെ വാർത്തെടുക്കുന്നത് മാളികമുറി മുതൽ കാഹളം വരെയാണ്. നീ അത് മനസ്സിലാക്കുക സ്നേഹിത. മാളികമുറി മുതൽ കാഹളം വരെയാണ് ജയാളികളുടെ സംഘം ഒരുങ്ങുന്നത്. നമ്മൾ പറയില്ലേ, ഈ നമ്മുടെ സേനയിൽ നല്ല കഴിവും മിടുക്കുമുള്ളവരൊക്കെ ഉണ്ട്. അവരിൽ നിന്ന് ചിലരെ സെലക്ട് ചെയ്തിട്ടാണ് SPGയിലേക്കും പിന്നെ പ്രധാനമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്കും ഒക്കെ അവരിൽ നിന്നാണ് കുറേ ആളുകളെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. എല്ലാ പോലീസുകാരും അതിന് തിരഞ്ഞെടുക്കില്ലല്ലോ. നമ്മുടെ നാട്ടിലൂടെയുള്ള കുട്ടമ്പിള്ള ഹെഡ് കോൺസ്റ്റബിൾ ഉണ്ടല്ലോ. കുട്ടമ്പിള്ള ഹെഡ് കോൺസ്റ്റബിളെയൊന്നും അല്ല അവിടെ കൊണ്ടുപോയി നിർത്തുന്നത്. വലിയ കുടവയറൊക്കെ ഉള്ള കുട്ടമ്പിള്ള ഹെഡ് കോൺസ്റ്റബിൾ അയാളൊന്നുമല്ല. നല്ല മിടുമിടുക്കന്മാർ, ചുണക്കുട്ടികൾ, അവരെയാണ് SPGയിലേക്കൊക്കെ എടുക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെയാണ് പരിശുദ്ധാത്മാവിനെ പകർന്ന ഈ കാലയളവിലാണ്, ഈ കൃപാകാലയളവിലാണ് ജയാളികളുടെ സംഘം ഒരുങ്ങി വരുന്നത്. വരാൻ പോകുന്ന പുതിയ ഭൂമിയെ അടക്കി ഭരിക്കേണ്ട രാജാക്കന്മാരെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ആ രാജാവാ ചോദിക്കുന്നത്, പരിശുദ്ധാത്മാവിന് മാത്രം കിട്ടിയാൽ കഞ്ഞി കുടിക്കാൻ പറ്റുമെന്ന്. എന്നെയൊക്കെ ഓർത്ത് സ്വർഗം ദുഃഖിക്കുക. അല്ല, പാസ്റ്റർ പറയുന്നത് ഇതൊന്നും അല്ല നന്മ, പരിശുദ്ധാത്മാവ് മാത്രമാണെന്നൊക്കെ പറഞ്ഞാൽ എന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞ കാര്യം എന്നറിയാമോ? ആദത്തിന് ഹവ്വയെ കൊടുത്തില്ലേ, അതൊരു നന്മയല്ലേ എന്ന്. അതൊരു നന്മയാണ്. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുമെന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ എന്നാ ആദമിന് വേറെ ഏതാണ്ടൊക്കെ കൊടുത്തില്ലേ, അതൊക്കെ നന്മയായിട്ട് കൂട്ടാൻ മേലെയെന്ന്. ഈ ഏത് സെൻസിലാണോ ഇതൊക്കെ? ഇതിപ്പോൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൻ്റെ പ്രോബ്ലം ആണോന്ന് അറിയില്ല. ഏതാണ്ട് എനിക്ക് അങ്ങനെയൊക്കെയാണ് മനസ്സിലായത് പറഞ്ഞപ്പോൾ. അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഈ കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. ഇവർക്കൊക്കെ മക്കളുണ്ട്. ഈ മക്കളെയൊക്കെ ഇവർ എന്താ പഠിപ്പിക്കുന്നത്? ദൈവരാജ്യത്തെക്കുറിച്ച്, ദൈവരാജ്യത്തിലേക്ക് വന്ന ഒരുവനെക്കുറിച്ച് ദൈവത്തിന് കരുതലുണ്ട്. ഇതാണ് സുവിശേഷം കേട്ടിട്ടല്ല ഈ പെന്തിക്കോസിലെ ആളുകൾ വരുന്നതെന്ന് പറയുന്നത്. ഫണ്ടമെന്റലായിട്ട് കേൾക്കേണ്ടത് എന്താ? ഏറിയ കുരികിലുകളെ കരുതുന്നൊരു ദൈവം. ഏറിയ കുരികിലുകളെ, കാശിന് വിലയില്ലാത്ത കുരികില്, അതിനെന്നാ വിലയുള്ള? ഒരു വിലയില്ല. നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്ക്. ഒരു വിലയില്ലാത്ത കുരികിലിനെ ഇത്ര മാന്യമായി പരിപോഷിപ്പിക്കുന്നെങ്കിൽ, വയലിലെ താമരയെ ഇതുപോലെ ചമയ്ക്കുന്നെങ്കിൽ, തൻ്റെ ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യൻ
ആ മനുഷ്യൻ വീണുപോയി. അവനെ തള്ളിക്കളയാതെ തൻ്റെ പുത്രനെ അയച്ച് പുത്രന്റെ രക്തത്താൽ അവനെ വീണ്ടെടുത്ത് തൻ്റെ രാജ്യത്തിൽ കൊണ്ടുവന്ന് പിന്നെയും തന്നോട് ചേർക്കാൻ പദ്ധതി വയ്ക്കുമ്പോൾ അങ്ങനെ ചേർത്ത് നിർത്തിയവനെ കരുതാതിരിക്കുന്ന ഒരു ദൈവമാണോ നമ്മുടെ ദൈവം? ആണോ? ഇതല്ലേ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഉറപ്പും ധൈര്യം എന്നൊക്കെ പറയുന്നത്. ഈ ഉറപ്പിലും ധൈര്യത്തിലും അല്ലേ നമ്മൾ മുൻപോട്ട് പോകേണ്ടത്. ഇങ്ങനെ ഉറപ്പും ധൈര്യം ഇല്ലാത്തവരൊക്കെ എങ്ങനെ വിശ്വാസികളെന്ന് വിളിക്കും? അവരെങ്ങനെ പെന്തിക്കോസുകാരെന്ന് വിളിക്കും? അപ്പൊ ഇന്ന് കാണുന്ന ഈ ആളുകളെയൊക്കെ പെന്തിക്കോസുകാരെന്നൊക്കെ ഉള്ള നിലയിൽ മറ്റുള്ളവർ എങ്ങനെയായിരിക്കും വിലയിരുത്തുന്നത്? ഇവരും നമ്മളും ഒക്കെ തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്നവർ ചിന്തിക്കുന്നത്. ഇത് ആഴമേറിയ ബോധ്യങ്ങളും സമർപ്പണ ജീവിതവും ഒക്കെ ഉണ്ടെങ്കിലേ സാധിക്കൂ. അങ്ങനെ അനവധിയായ ചിന്തകൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഉള്ളിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഈ വഴിയാത്രയുമായി ബന്ധപ്പെട്ടിട്ടാണ് എല്ലാവരും ക്ഷീണിക്കുന്നത്. യെശയ്യാവ് അത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. വഴി നിമിത്തം ജനം ക്ഷീണിച്ചു. എല്ലായിടത്തും അങ്ങനെയാണ്. മുൻപോട്ടുള്ള യാത്ര, അതായത് കാഹളം തുനിക്കാൻ ഇനിയും സമയം കിടക്കുകയാണ്. നമുക്കറിയില്ല. ആ ദൈർഘ്യത്തിലാണ് ഈ ആളുകൾ ക്ഷീണിച്ചു പോകുന്നത്. ഇന്ന് കർത്താവ് വരുവാണെങ്കിൽ എല്ലാവരും അങ്ങ് പോയേനെ. പക്ഷെ ഈ ആഴ്ച ഇങ്ങനെ നിൽക്കുന്ന ആളുകൾ അടുത്ത ആഴ്ച ഉണ്ടോ ഇല്ലയോ നമുക്ക് ഉറപ്പില്ലാത്ത അവസ്ഥയപ്പോ. അവർ സഭായോഗത്തിനൊക്കെ വരും, പക്ഷേ അവിടെ ഉള്ളിലെ വിളക്ക് കെട്ടുപോയിട്ടുണ്ടാകും. അവിടെ ഉള്ളിലെ എരിവ് കെട്ടടങ്ങി പോയിട്ടുണ്ടായിരിക്കും. പക്ഷെ കാണുമ്പോൾ എബി പാസ്റ്ററേ പ്രൈസ് ദി ലോർഡ് സ്തോത്രം, വിശുദ്ധ ചുംബനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കും, അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ ഇത് കെട്ടടങ്ങിപ്പോയി. അവനൊരു എമ്മൗസിൽ ഒരു ചായക്കടയിട്ടിപ്പോൾ ചായ അടിച്ചുകൊണ്ടിരിക്കുന്ന കാലമായിരിക്കും. എമ്മൗസിലെ അവനിപ്പോൾ നിരാശപ്പെട്ട എമ്മൗസിലായിരിക്കുന്ന കാലമായിരിക്കും. നമ്മൾ ഒന്ന് പഴയ നിയമത്തിലേക്ക് പോവുകയാണെങ്കിൽ ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഒന്ന് വായിക്കാം. ഡിയൂട്രോണമി ചാപ്റ്റർ 8 വേഴ്സ് 3. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശ്വസിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നുവെന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. അതായത് ഈ വഴിയാത്രയിൽ നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത മന്ന, അതായത് നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുകയോ നിരൂപിക്കുകയോ പോലും ചെയ്തിട്ടില്ലാത്ത വിശേഷപ്പെട്ട ഭക്ഷണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ വഴിയിൽ കരുതിയിട്ടുണ്ട്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ലെന്ന് ജീവിക്കുന്നത്. നിങ്ങളുടെ ചോദ്യം എന്താ? തിന്നാൻ അപ്പം വേണ്ടെന്നാ ചോദ്യം. അതിനുള്ള മറുപടിയാണ് പറയുന്നത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കും. എന്താണ് ആ വചനം തരുന്ന ഉറപ്പ്? ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കില്ല. ഇതിൽ കൂടുതൽ എന്താ ഉറപ്പാ വേണ്ടത്? ഞാനാണോ നിന്നെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചത്? ഞാനാണോ നിന്നെ ചെങ്കടൽ കടത്തിയത്? ഞാൻ നിന്നെ വാഗ്ദത്ത ഭൂമിയിൽ എത്തിക്കും. അത് ദൈവത്തിൻ്റെ വാക്കാണ്, അത് വാഗ്ദത്തമാണ്, അത് ഉറപ്പാണ്. നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ടത് വിശ്വസിക്കുക എന്നുള്ളതാണ്. അതേസമയം ഒരു 1 ലക്ഷം രൂപ സ്വോത്രകാഴ്ച കൊടുക്കാനോ 10 ലക്ഷം രൂപ സ്വോത്രകാഴ്ച കൊടുക്കാനൊക്കെ പറഞ്ഞാൽ വേണേൽ നമ്മൾ ചെയ്യും. അതിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല, കാശുണ്ടെങ്കിൽ കൊടുക്കാം. പക്ഷെ വിശ്വസിക്കുക എന്ന് പറയുന്നത് അത് കാശ് കൊടുക്കുന്ന പോലെയല്ല. അത് ഉള്ളിൽ തറയ്ക്കണം. ഈ ബോധ്യങ്ങൾ ഉള്ളിലേക്ക് കയറണം. ദൈവം വിശ്വസ്തനാണ്, അവൻ എന്നെ നടത്തും. ഈ പഴയ നിയമ ഭക്തന്മാരുടെ ജീവിതം വെച്ച് നമ്മിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കയ്യിലൊരു പുസ്തകമുണ്ട്, ചരിത്രമുണ്ട്. ചരിത്രത്തിലൂടെ നടന്ന മനുഷ്യർ, അവരാ പഴയ നിയമ ഭക്തന്മാർ. അവരുടെ കയ്യിൽ ഇങ്ങനെ ഒരു ചരിത്രമില്ല. അവരാ ചരിത്രത്തിൻ്റെ ഭാഗം. മിസ്രയീം വിട്ടതും ചെങ്കടൽ കടന്നൊക്കെ അവരല്ലേ. അവരുടെ ലൈഫ് നമ്മുടെ മുമ്പിലുണ്ട്. അവരെ എങ്ങനെയാണ് ദൈവം കൈകാര്യം ചെയ്തെന്നുള്ളത്, അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയ കാര്യങ്ങൾ അതെല്ലാം ഉണ്ട്. നെഹമ്യാവിൻ്റെ പുസ്തകം കൂടെ തുറക്കാം. 9-ാം അധ്യായം, നെഹമായ ചാപ്റ്റർ 9, അതിൻ്റെ 20-21 വാക്യങ്ങൾ. നെഹമായ ചാപ്റ്റർ 9 വേഴ്സ് 20 and 21. അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു. അവരുടെ കൊച്ചിന് മുട്ടുവരാതെ നിന്റെ മന്നയെയും അവരുടെ ദാഹത്തിന് വെള്ളത്തെയും കൊടുത്തു. ഇങ്ങനെ നീ അവരെ 40 സംവത്സരം മരുഭൂമിയിൽ പുലർത്തി. അവർക്ക് ഒന്നും കുറവുണ്ടായില്ല. അവരുടെ വസ്ത്രം പഴകിയില്ല, അവരുടെ കാൽ വീങ്ങിയതുമില്ല. സഹോദരങ്ങൾ, ഈ രണ്ട് വാക്യമല്ല, അതിൻ്റെ 16 മുതൽ താഴേക്ക് നിങ്ങൾ വായിക്കണം. വായിച്ച് ഇതിങ്ങനെ താഴേക്ക് വരുമ്പോൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട സീരിയസ് ആയ കാര്യങ്ങളാണ്. അതിൽ ഞാൻ ഈ 2 വാക്യം മാത്രം നിങ്ങളുടെ മുമ്പിൽ എടുത്തെന്നുള്ളൂ. എല്ലാ വാക്യവും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം ഇവിടെ പറയുന്നത് ഈ യാത്രയിൽ അവരുടെ ദാഹത്തിന് വേണ്ടിയ ദാഹജലവും അവരുടെ ഭക്ഷണത്തിന് വേണ്ടി മുട്ടുവരാതെ അവർക്ക് മന്നായും കൊടുത്തു എന്നാണ്. പ്രഭാതത്തിൽ പൊഴിയുന്ന മന്നായ ഉണ്ടല്ലോ, പാളയത്തിൽ പൊഴിയുന്ന മന്ന, ആ മന്ന കൊണ്ട് അവർ ജീവിച്ചില്ലേ?
ആ മന്നയെക്കുറിച്ച് വേറെ ഭാഗത്ത് സങ്കീർത്തനത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? അത് ശക്തിമാന്മാരുടെ അപ്പം എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്വർഗദൂതന്മാരുടെ ഭക്ഷണം, സ്വർഗദൂതന്മാരുടെ അപ്പം, അത് ഇസ്രായേലിന് കൊടുക്കുകയാണ്. ഈ 40 വർഷം അവർക്ക് ഒന്നിനും കുറവുണ്ടായില്ല. അവരുടെ വസ്ത്രം പഴകിയില്ല, അവരുടെ കാൽ വിങ്ങിയതുമില്ല, അവരുടെ ചെരുപ്പ് തേഞ്ഞില്ലെന്ന്. അത് വേറെ ഭാഗത്താണ്. അവരുടെ ചെരുപ്പ് തേഞ്ഞില്ലെന്ന്. അങ്ങനെ അനവധി കാര്യമല്ലേ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഓർക്കേണ്ടത്, ഇങ്ങനെ യാത്ര തിരിച്ച സമയത്ത് ഇസ്രായേൽ ഇതെല്ലാം ചോദിച്ചിട്ടാണോ ഇതൊക്കെ കിട്ടിയത്? ചോദിച്ചിട്ട് കിട്ടിയ കാര്യങ്ങളാണോ? ദൈവം അനുവദിച്ചു കൊടുക്കുകയാണ്. ദൈവം അവർക്ക് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം അനുവദിച്ചു കൊടുത്തു. അങ്ങനെ ദൈവം അനുവദിച്ചു കൊടുത്ത കാര്യങ്ങൾ അത് അനുഭവിച്ചുകൊണ്ട് അവർ വാഗ്ദത്ത ഭൂമി വന്നു. അങ്ങനെ വാഗ്ദത്ത ഭൂമി വന്നതിന് ശേഷം അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുന്നത്, നീ അവർക്ക് രാജ്യങ്ങളെയും ജാതികളെയും അതിർതിരിച്ച് വിഭാഗിച്ചു കൊടുത്തു. നീ അവർക്ക് രാജ്യങ്ങളെയും ജാതികളെയും അതിർതിരിച്ച് വിഭാഗിച്ചു കൊടുത്തു. അവർ ഹെശ്ബോൻ രാജാവായ സീഹോന്റെ ദേശവും ബാശാൻ രാജാവായ ഓഗിന്റെ ദേശവും കൈവശമാക്കി. ഇത് ഇസ്രായേൽ സബ്ജക്റ്റ് ഈ വായിക്കേണ്ട ഒരു വാക്യമാണ് കേട്ടോ. അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തോണം. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വാക്യമാണത്. അതായത് ഇവിടെ വന്നതിന് ശേഷം വലിയവനായ ദൈവം അവർക്ക് രാജ്യങ്ങളെയും ജാതികളെയും ഒക്കെ അതിർതിരിച്ച് വിഭാഗിച്ചു കൊടുത്തു. കുറ്റിയടിച്ചു കൊടുത്തു. ഇത് ഇവിടം മുതൽ ഇവിടം വരെ നിൻ്റേത്, ഇവിടം മുതൽ അവിടം വരെ അവൻ്റേത് എന്ന് പറഞ്ഞ് കൃത്യമായി കൊടുത്തു. അതായത് മൊവാബ് രാജാവിൻ്റെയും അമ്മോൻ രാജാവിൻ്റെയും ഈ രാജാക്കന്മാരുടെ ദേശത്തെ നീ നിന്റെ ജനമായ ഇസ്രായേലിന് കൊടുത്തു. അതേസമയം ഏതോം ദേശം എന്ന് പറഞ്ഞാൽ ഏശാവിൻ്റെ ദേശം, അത് കൊടുത്തില്ല. അത് അവർക്ക് തന്നെ കൊടുത്തു. ഈ പറഞ്ഞ രണ്ടുപേർക്ക്, മൊവാബിനും അമ്മോനിയർക്കും, അവർക്ക് ദൈവം കൊടുത്തതാണെങ്കിലും അവരുടെ അഹങ്കാര നിമിത്തമാണത് ഇസ്രായേലിന് കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഈ വഴിയാത്രയിൽ ഇവർക്ക് വേണ്ടിയ കാര്യങ്ങളെല്ലാം കരുതി അവരെ വാഗ്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നു. വാഗ്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോഴുള്ള 2-3 കാര്യങ്ങളെ വേഗം ഒന്ന് പറയണമല്ലോ. വാഗ്ദത്ത ഭൂമിയിലേക്ക് വരുന്ന വഴിയിൽ സംഖ്യാപുസ്തകം 11-ാം അധ്യായം, സംഖ്യാപുസ്തകം നമ്പേഴ്സ് ചാപ്റ്റർ 11, സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ മക്കൾ തങ്ങളോട് കൂടെയുള്ള സമ്മിശ്ര ജാതികളുമായി ചേർന്ന് കരഞ്ഞ കാര്യമാണ് ഈ വായിക്കുന്നത്. ശരിക്കും കരഞ്ഞത് സമ്മിശ്ര ജാതികളാണ്. സമ്മിശ്ര ജാതികൾ കരഞ്ഞ കൂട്ടത്തിൽ ഇസ്രായേലും കൂടെ കരഞ്ഞു. ഞങ്ങൾ അവിടെ ഇറച്ചിക്കലങ്ങളുടെ ചോട്ടിലാണ് ഇരുന്നത്. കലങ്ങളുടെ ചോട്ടിലാണ് ഇറച്ചി ഉണ്ടാകുന്നൊന്നും അറിയില്ല. അപ്പോൾ അവിടെ ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ ചോട്ടിലായിരുന്നു. അവിടെ ഞങ്ങൾക്ക് വില കൂടാതെ, അതായത് വലിയ വിലയൊന്നും ഉണ്ടായില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. ഈ യാത്രയിൽ പലതും അവൈലബിൾ അല്ല. എന്തൊക്കെയത്? പിന്നെ ദുരാഗ്രഹങ്ങളായി കരഞ്ഞുകൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ, മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചുറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. പക്ഷെ ഈ വഴിയാത്രയിൽ ഞങ്ങൾക്ക് കിട്ടുന്നത് കേവലം മന്ന മാത്രം. എന്നാൽ അവിടെ ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സെയിം കാര്യമാണ് നമ്മുടെ ആധുനിക പെന്തിക്കോസും പറയുന്നത്. പരിശുദ്ധാത്മാവിന് മാത്രം മതിയോ? ഈരുള്ളി, ചുറ്റുള്ളി, കുമ്പളങ്ങ, മത്തങ്ങ ഒന്നും വേണ്ടെന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ വേണ്ടെന്നാണ് അവരുടെ ചോദ്യം. അയ്യോ, ഇവരോടൊക്കെ എന്താ പറയുക? സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ഇതെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. നമ്പേഴ്സ് ചാപ്റ്റർ 20 വേഴ്സ് 5. ഈ വല്ലാത്ത സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുവരുവാൻ നിങ്ങൾ ഇസ്രായേലിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചത് എന്തിന്? ഇവിടെ വിത്തും അത്തിപ്പഴവും മുന്തിരിപ്പഴവും മാതളപ്പഴവും ഇല്ല, കുടിപ്പാൻ വെള്ളവുമില്ല എന്ന് പറഞ്ഞു. ഈ വല്ലാത്ത സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുവരുവാൻ നിങ്ങൾ, അതായത് അഹ്റോനും മോശയും, മിസ്രൈമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചത് എന്തിന്? ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് അവിടെ, ക്വസ്റ്റ്യൻ മാർക്ക്. അതായത് ഇപ്പം ആയിരിക്കുന്ന ഈ വെയിറ്റിംഗ് ഷെഡിൽ, യാത്രയിലാണല്ലോ, ഈ വെയിറ്റിംഗ് ഷെഡിൽ ഞങ്ങളെ എന്തിനു കൊണ്ടുവന്നു എന്ന് ചോദിക്കുന്നത്. ഞങ്ങൾ അവിടെ കിടന്നതല്ലേ? ഞങ്ങൾ ഇന്നലെ ആ പാപത്തിൻ്റെ പടുകുഴിയിൽ, ആ ചേറ്റുകുഴിയിൽ കിടന്നാണ്. അവിടെ കിടന്ന് ഞങ്ങൾ എന്താ ഇങ്ങനെ, ഈ കണ്ടിട്ടില്ലേ നിങ്ങൾ, ഈ വഴി സൈഡിലൊക്കെ ഈ സ്ലം ഏരിയയുടെയൊക്കെ സൈഡിൽ കാണാം ഈ ഗട്ടർ വെള്ളമൊക്കെ പോകുന്ന സ്ഥലത്ത്. അത് ഈ ബോംബെ, ഡൽഹി, ബാംഗ്ലൂർ, ചെന്നൈ ഇങ്ങനെയൊക്കെയുള്ള വലിയ മഹാനഗരങ്ങളിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ കാണാം
ഈ പന്നികൾ അവിടെ കിടന്ന് ഇങ്ങനെ ഉരുണ്ടു മറിയുന്നത്. നമ്മൾ അവിടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, മിസ്റ്റർ എന്താ ഇത്, വേറെ നല്ല പുഴകളും കുളങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അങ്ങോട്ട് പോയാലൊന്ന് ഞങ്ങൾക്ക് അതൊന്നും ഇഷ്ടമല്ല. ഞങ്ങൾ അപ്പനപ്പന്മാരായിട്ട് കാലങ്ങളായിട്ട് ഇതിനകത്ത് കിടന്ന ഉരുണ്ടുകൊണ്ടിരുന്നത്. അവിടെ എന്തോ ഒരു വല്ലാത്ത വാസനയാണ്. പമ്പയാറ്റിലോ പെരിയാറ്റിലോ ഭാരതപ്പുഴയിലോ ഒന്നും അതിന് എന്തൊക്കെയോ ഒരു വാസനയാണ്. ഇവിടെ ആകുമ്പോൾ ഇത് നല്ല വാസനയാണെന്നാണ് ഇവർ പറയുന്നത്. അവരെ പെട്ടെന്ന് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വരാൻ പറ്റില്ല, അവരവിടെ കിടക്കുകയുള്ളൂ. അങ്ങനെ അവിടെ കിടന്ന ചില പുള്ളികൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നായിരുന്നു. ആ വന്നവരാ പറയുന്നത്, അയ്യോ ഇപ്പോഴുള്ള ഈ അവസ്ഥയെക്കാളും എത്രയും ബെറ്റർ ആയിരുന്നു അതിനകത്ത്. അവിടെ എന്തോരം ആളുകളായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് കിടന്ന് ഉരുണ്ട് മറിയുമായിരുന്നു, ഉരുളുകയും മറിയുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ കരയ്ക്ക് വരും, ഇടയ്ക്ക് അങ്ങോട്ട് താഴേക്ക് ചാടും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. അതൊക്കെ ഞങ്ങളങ്ങനെ ജീവിച്ച മനുഷ്യരാണ്. ഇപ്പോൾ ഒന്ന് പറഞ്ഞ രണ്ടിന് വിശുദ്ധി, പിന്നെ വേർപാട്, പിന്നെ വചനം, പരിശുദ്ധാത്മാവ്, ഇങ്ങനെ കുറേ വൊക്കാബുലറി മാത്രമേ ഉള്ളൂ. വേറെ ഈരുള്ളി ചുറ്റുള്ളി കുമ്പളങ്ങ മത്തങ്ങ അങ്ങനെ ഒന്നും ഈ പാസ്റ്റർക്ക് പ്രസംഗിക്കാൻ അറിയില്ല. ഈ പാസ്റ്റർക്ക് അങ്ങനത്തെ ഒരു പ്രസംഗവും അറിയില്ല, അങ്ങനത്തെ ഒരു കുമ്പളങ്ങയുടെ മത്തങ്ങയുടെ കാര്യം ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ 1 മണിക്കൂർ കേട്ടിരിക്കുമെന്നാണ് ചോദിക്കുന്നത്. ഞങ്ങൾ അതുകൊണ്ടാണ് വരാത്തതെന്ന്. ഈരുള്ളി കുമ്പളങ്ങ ചുറ്റുള്ളി ഒന്നുമില്ലാത്ത ഒരു പ്രസംഗം 6 ബോറായിരിക്കും. ഇപ്പോഴും പരിശുദ്ധാത്മാവ് മാത്രം, അങ്ങനെ പറ്റുമോ? ആ ചോദ്യം ഇവിടെ ചോദിക്കുന്നത്. ഈ വല്ലാത്ത സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുവരുവാൻ നിങ്ങൾ മിസ്രൈമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചത് എന്തിന്? ഇവിടെ വിത്തും അത്തിപ്പഴവും മുന്തിരിപ്പഴവും മാതളപ്പഴവും ഇല്ല, കുടിപ്പാൻ വേണ്ടത്ര വെള്ളവും ഇല്ല. ഇവിടെ വിത്തില്ല, അത്തിപ്പഴമില്ല, മാതളപ്പഴമില്ല, പിന്നെ എന്നതാ മുന്തിരിയില്ല, മോതളപ്പഴമൊന്നുമില്ല. ഈ യാത്രയിൽ ഈ വക കാര്യങ്ങളൊന്നും ഇല്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളോട് കാണിച്ച ഈ കടുങ്കൈ, ഞങ്ങൾ ആ മിസ്രൈമിൽ കിടന്നോണ്ടേനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഞങ്ങളെ ട്രാപ്പിലാക്കണമെന്നാണ് ഇവർ ചോദിച്ചത്. അതിനുള്ള മറുപടിയൊക്കെ നമ്മൾ പണ്ടേ പ്രസംഗിച്ചിട്ടുള്ളതാണ്. എന്നാലും ഒന്നുകൂടെ വായിച്ചേക്കാം. ഒത്തിരി പേര് കേൾക്കാത്തവർ ഈ അടുത്ത കാലത്ത് നമ്മളെ കേൾക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് വായിക്കാം. നിങ്ങൾ തല കുത്തി നിന്ന് ചോദിച്ചാലും ഈ പറയപ്പെട്ട സാഹചര്യത്തിൽ ഈ മരുഭൂമിയിൽ നിങ്ങൾക്ക് വിത്തും അത്തിപ്പഴവും മാതളപ്പഴവും ഒന്നും കിട്ടാൻ പോകുന്നില്ല ഒരു കാരണവശാലും. ഏത് ലോക പ്രശസ്ത പ്രവാചകൻ വന്നാലും ഏത് വമ്പം വന്നാലും നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ സ്വർഗത്തിലെ ദൈവം വാക്ക് പറഞ്ഞിട്ടുമില്ല. മരുഭൂമിയിൽ നിങ്ങൾക്ക് ഇനിന കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. മരുഭൂമിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ആകെ ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. എന്തോ ഒരു മനുഷ്യരോടാണ് ഇതൊക്കെ പറയുന്നത്. തലേ കയറുന്നില്ലെന്നാണ് അവർ പറയുന്നത്. എങ്ങനെ കയറുന്നത്? വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക. ട്രാക്ക് മനസ്സിലായിട്ടില്ല. യഥാർത്ഥ ട്രാക്കാണ് പറയുന്നത്. മിസ്രൈം വിടുക, ചെങ്കടൽ കടക്കുക, മരുഭൂമിയിലൂടെ പിറുപിറുക്കാതെ മുന്നോട്ട് പോകുക. മുൻപിൽ യോർദാനുണ്ട്, യോർദാൻ ക്രോസ് ചെയ്യുക. യോർദാൻ എന്ന് പറഞ്ഞാൽ എന്താ? യോർദാൻ ക്രോസ് ചെയ്യുക, നേരെ പ്രോമിസ്ഡ് ലാൻഡിലേക്ക് കാലെടുത്ത് വെക്കുക, വാഗ്ദത്ത ഭൂമിയിലേക്ക്. ആ വാഗ്ദത്ത ഭൂമിയിലാണ് പാലും തേനും ഒഴുകുന്ന അനുഭവങ്ങൾ. വാഗ്ദത്ത ഭൂമിയിലാണ്. അപ്പോൾ നിങ്ങൾ വാഗ്ദത്ത ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ പാലും തേനും ഒഴുകുന്ന അനുഭവങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. ഇസ്രായേൽ അത് ലിറ്ററലി അനുഭവിച്ചു, അക്ഷരികമായി അനുഭവിച്ചു. പുതിയ നിയമസഭയ്ക്ക് വേണ്ടി അവിടെ പാലും തേനും ഒന്നും ഇരിപ്പില്ല കേട്ടോ. പാലും തേനും ഒഴുകുന്ന അനുഭവങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ ആത്മാവിൽ സമൃദ്ധമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് വരികയാണ്. സ്വർഗീയമായ സന്തോഷത്താലും സമാധാനത്താലും ആത്മനിറവിനാലും ആത്മശക്തിയാലും നിങ്ങൾ വാഗ്ദത്ത ഭൂമിയിൽ അധികാരസ്ഥരായിട്ട് നമ്മൾ വായിച്ചില്ലേ, പ്രോമിസ് ലാൻഡിൽ വന്നിട്ട് അവിടെ അതിരുകളും കാലങ്ങളും ഒക്കെ നിശ്ചയിച്ചെന്നുള്ളത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മെ അനുവദിക്കും. ഓരോരോ കാര്യങ്ങൾ നമുക്ക് വേണ്ടി സ്വർഗം അനുവദിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാൻ പാകത്തിന് നമ്മെ പ്രാപ്തരാക്കും. അതിനാണ് നമ്മുടെ മേൽ അഭിഷേകം ചൊരിഞ്ഞിരിക്കുന്നത്. അങ്ങനെ യോർദാൻ കടന്ന് നമ്മൾ വരുമ്പോൾ, യോർദാൻ കടക്കാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വയത്തിന്റെ മരണം. മുൻപൊരു പ്രസംഗം കിടപ്പുണ്ട്, പോയി കേട്ടാൽ അത് മനസ്സിലാകും. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഞാൻ ഓടിച്ചു പറയുകയാണ്. നിങ്ങളുടെ സ്വയത്തിന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ മണ്ടൻ ചോദ്യം ചോദിക്കുവോ? വിവരക്കേട് പറയുവോ? പിന്നെ പൗലോസ് ലീഗ പറയുന്ന കാര്യമാണ്, ഞാനോ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്ന ഞാനല്ല എന്നിൽ ക്രിസ്തു അത്രേ. ഇനി ജീവിക്കുന്നത് ഞാനല്ല എന്നിൽ ക്രിസ്തു അത്രേ. അതല്ലേ ഇനി പറയാനുള്ളത്. ഇനി എനിക്ക് പ്രശംസയുള്ളത് അവൻ്റെ ക്രൂശിൽ മാത്രമാണ്. ഇനി ക്രൂശിൽ മാത്രമാണ്. ഈ വാഗ്ദത്ത ഭൂമിയിലെ ജീവിതം
ആ ഒറ്റ വാക്യവും കൂടെ, വാഗ്ദത്ത ഭൂമിയിലെ ജീവിതം. ആ വാഗ്ദത്ത ഭൂമിയിലെ ജീവിതം ഒന്ന് നമുക്ക് തുറന്നു നോക്കാം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം, ഡ്യൂട്രോണമി ചാപ്റ്റർ 8. ആവർത്തന പുസ്തകം 8-ാം അധ്യായം, അതിൻ്റെ 7, 8, 9 വാക്യങ്ങൾ. ഉപജീവനം കഴിയാകുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ലിരിമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം. സഹോദരങ്ങളെ, നമ്മൾ ഈ ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇവരെ വലുവനായ ദൈവം നടത്തിക്കൊണ്ടുപോകുന്നത് നല്ലൊരു ദേശത്തേക്കാണ്. അത് നല്ല ദേശമാണെന്ന് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നു. അവർക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് അവരിൽ ബഹുഭൂരിപക്ഷം പേരും ആ നല്ല ദേശത്തേക്ക് പോകാനായിട്ട് മനസ്സ് വയ്ക്കാതിരുന്നത്. അവർ ഈ മരുഭൂമിയിൽ പിറുപിറുത്ത് അവിടെ അവസാനിച്ചു. 2 പേരല്ലേ മുതിർന്നവരിൽ ഈ വാഗ്ദത്ത ഭൂമിയിലേക്ക് എത്തിയത്. ബാക്കിയുള്ളവരൊന്നും എത്തിയില്ല. കാരണം എന്താ? അവരിങ്ങനത്തെ ചോദ്യങ്ങൾ, പരിശുദ്ധാത്മാവിനെ മാത്രം മതിയോ, അത് മതിയോ, ഇത് മതിയോ എന്നൊക്കെ ചോദിച്ച് പിറുപിറുത്ത് അവരുടെ ജീവിതം അവിടെ അവസാനിപ്പിച്ചു. അതേസമയം ഇവിടെ അവരോടുള്ള വാഗ്ദത്തം, പ്രോമീസ് എന്തൊക്കെയാണ്? ഇവിടെ അവരോടുള്ള വാഗ്ദത്തങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ്. അവിടെ കാണുന്നത് കോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകവുമുള്ള ദേശം, ഒലിവൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായി ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ലിരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം. അവിടെ ചെന്ന് നീ ഭക്ഷിച്ച് തൃപ്തി അടയണം. അങ്ങനെ എഴുതിയിരിക്കുന്നത്. അതേസമയം ആവർത്തനം 20-5 നമ്മൾ കണ്ടത് ജനത്തിൻ്റെ പിറുവിറുപ്പാണ്. ആ പിറുവിറുപ്പിലൂടെ അവർ ചോദിക്കുന്നത് ഈ യാത്രയിൽ എവിടെയാണ് അത്തിപ്പഴം, എവിടെയാണ് മാതളപ്പഴം, എവിടെയാണ് മുന്തിരി എന്നൊക്കെയാണ് ചോദിക്കുന്നത്. വഴിയിൽ അതൊന്നും കിട്ടില്ല. അത് വാഗ്ദത്ത ഭൂമി വരണം. വാഗ്ദത്ത ഭൂമി വന്ന് ദൈവരാജ്യം അനുഭവിക്കണം, അതിൻ്റെ മഹിമയെ അനുഭവിക്കണം. പാലും തേനും ഒഴുകുന്ന അനുഭവങ്ങൾ അവിടെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ അനുഭവിക്കണം. ഇപ്പം ഈ വായിച്ചതിനകത്ത് 7 കൂട്ടം കാര്യങ്ങളുണ്ട് കേട്ടോ, 7 കൂട്ടം കാര്യങ്ങൾ. അതേസമയം സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, ഈരുള്ളി, ചിറ്റുള്ളി, കുമ്പളങ്ങ, മത്തങ്ങ, മത്സ്യം, മാംസമെന്നോ എന്തൊക്കെയോ പറഞ്ഞ് വായിച്ചു. അത് 6 കൂട്ടം കാര്യങ്ങളാണ്. 6 കൂട്ടം. 6 എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സംഖ്യയാണ്. 6 ഈ ലോകത്തെ കാണിക്കുന്നു, മിസ്രൈമിനെ കാണിക്കുന്നു, അല്ലേ? അതേസമയം 7 എന്ന് പറയുന്നത് അത് ദൈവിക കാര്യപരിപാടികളെയും പൂർണ്ണതയുമാണ് കാണിക്കുന്നത്. പൂർണ്ണതയും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെയും ഒക്കെയാണ്. ഇവിടെ ദൈവിക വാഗ്ദത്ത പ്രകാരം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് അതൊക്കെ പൂർണ്ണമായ കാര്യങ്ങളാണ്. അതായത് ഒരു കുറവുമില്ലാത്ത കാര്യങ്ങളാണ്. വാഗ്ദത്ത ഭൂമിയിലെ മുന്തിരിയെക്കുറിച്ച് നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? എസ്കോൽ താഴ്വരയിലെ മുന്തിരി എങ്ങനെയാണ് ആ സ്പൈ വർക്കിന് പോയവർ അത് കണ്ടിട്ട് ഒരു കൊല അടർത്തിക്കൊണ്ട് വന്നത്? ഒരു തണ്ട് കെട്ടി ചുമലിൽ വെച്ചുകൊണ്ടല്ലേ വന്നത്? അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളാണ് അവിടെ കരുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ മരുഭൂമിയിലിരിക്കുന്ന ഇസ്രായേൽ ജനത്തിന് ഇത് കേട്ട് നിർവൃതി അടഞ്ഞ് വീട്ടിൽ പോകാനേ പറ്റുള്ളൂ. അത് വാഗ്ദത്ത ഭൂമി വന്ന് കോൺക്വയർ ചെയ്യണം, പിടിച്ചടക്കണം. ഇത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഈ പറയുന്നത്. നമ്മോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ്? നാം വന്നിരിക്കുന്ന ദൈവരാജ്യം, നാം ദൈവരാജ്യത്തിൽ വന്നു, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടപ്പോൾ ദൈവരാജ്യത്തിലേക്ക് വന്നു, അല്ലേ? നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചപ്പോൾ ദൈവരാജ്യത്തിലേക്ക് വന്നു. ആ വന്ന ദൈവരാജ്യത്തെക്കുറിച്ച് ഗലാത്യ ലേഖനത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? കൊരിന്ത് ലേഖനത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഈ വക പ്രവർത്തിക്കുന്നവരൊന്നും ദൈവരാജ്യം അവകാശമാക്കില്ലെന്ന് എഴുതിയിരിക്കുന്നത്. വരികൾക്കിടയിൽ എഴുതിയിരിക്കുന്നതാണ് പിറുപിറുപ്പുകാർ. അത്തരം പിറുപിറുപ്പുകാരൊക്കെ ദൈവരാജ്യം അവകാശമാക്കാൻ പോകുന്നില്ല. അതേസമയം നാം യോർദാൻ കടക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വയത്തിൻ്റെ മരണം സംഭവിക്കണം. അങ്ങനെ ആ സ്വയത്തിൻ്റെ മരണം സംഭവിച്ച്, അതായത് ഞാനിനി എനിക്കായി ജീവിക്കുന്നില്ലെന്ന്, വേറെ സർക്കസ് ഒന്നുമില്ല, വേറെ ഫിലോസഫി ഒന്നും അല്ല ഞാൻ പറഞ്ഞത്, ലളിത സുന്ദര മലയാള പദാവലിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇനി എനിക്കായി ജീവിക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ 2 കൊരിന്ത്യർ 5:14-15 ഈ മെസ്സേജ് കഴിയുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. ഇപ്പം ഞാൻ വായിപ്പിക്കുന്നില്ല. 2 കൊരിന്ത്യർ ലേഖനം 5:14-15 എല്ലാ കാലവും നമ്മൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വാക്യമാണ്. ഞാനിനി എനിക്കായി ജീവിക്കുന്നില്ല എന്ന ഒരു തലത്തിലേക്ക് വരികയാണ്. ആ തലത്തിലേക്ക് ഒരുവൻ വരുന്നത് ക്രൂശിൻ്റെ ദർശനത്തിലൂടെയാണ്. ക്രൂശ് മുൻപിൽ വെക്കാതെ
അങ്ങനെ ഒരു തലത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയില്ല ക്രൂശ് മുൻപിൽ വെക്കാതെ. ക്രൂശിൻ്റെ ഉപദേശങ്ങൾ, ക്രൂശിൻ്റെ വചനങ്ങളാണ് നമ്മെ പരുവപ്പെടുത്തുന്നത്, ബോധ്യപ്പെടുത്തുന്നത്. നോക്കണം, നമുക്ക് മുമ്പ് തകർന്നു പോയൊരു കൂട്ടം ആളുകളുടെ ചരിത്രമായി പറയുന്നത്. ഈ ചരിത്രം കേട്ടിട്ടും മണ്ടത്തരം പറഞ്ഞുകൊണ്ട് പോവുക എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഇവരിതുപോലത്തെ മണ്ടൻ ചോദ്യങ്ങളാണ് ചോദിച്ചത്. പരിശുദ്ധാത്മാവിനെ കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുമെന്ന്. പറ്റൂന്നാണ് സ്വർഗത്തിലെ ദൈവം പറയുന്നത്. അപ്പോൾ കഞ്ഞി കുടിക്കണ്ടേ, അലക്കണ്ടേ, കുളിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചാൽ ഇതൊക്കെ എന്നാ ചോദ്യമാണ്? ഈ ലോകത്തിലെ ജാതികൾ പോലും ചോദിക്കാത്ത ചോദ്യങ്ങളാണ്. ഇടവേ നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ പല്ല് തേക്കണം എന്നുള്ളത് ഇനി അതിന് ബൈബിളിൽ എഴുതി വെക്കണോ? നീ എഴുന്നേറ്റ് പല്ല് തേക്കുക, മറ്റു കാര്യങ്ങൾ നടത്തുക, കുളിക്കുക, അലക്കുക, നനയ്ക്കുക, ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ അടുക്കളയിൽ അരി ഇരിപ്പുണ്ടെങ്കിൽ അരി എടുത്ത് കഴുകുക, കലത്തിലിടുക, തീ കൊടുക്കുക, അത് വേവും, അത് പുറത്തെടുക്കുക, കഴിക്കുക, മുന്നോട്ട് പോവുക. അതൊക്കെ ശരീരത്തിൻ്റെ കാര്യങ്ങളാണ്. അതിവിടെയുള്ള എല്ലാ മനുഷ്യരും ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മളും അത് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതിൽ കവിഞ്ഞ് അതിനകത്ത് വേറെ കഥയൊന്നുമില്ല, വേറെ കാര്യമൊന്നുമില്ല. അതേസമയം നമ്മുടെ ആത്മീയ ജീവിതത്തോടുള്ള ബന്ധത്തിലെ ബോധ്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. ബോധ്യങ്ങൾ. പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് ഒരു കാര്യവും സാധ്യമല്ല. നാം തകർന്നു പോകും, നാം പതറിപ്പോകും. ഇപ്പം നമ്മിൽ പകരപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവിൻ്റെ അനുഭവങ്ങളുണ്ട്. ആ നിറവിൽ ജീവിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. അതിനെ ഒരു നന്മയായിട്ടാണ് പരിഗണിക്കുന്നത്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരാൾ പറയാണ്, എനിക്കൊരു കല്ല് പെൻസിൽ കിട്ടി, അത് ദൈവം അനുവദിച്ചതാണ്, ദൈവം ഗ്രാൻഡ് ചെയ്തതാണ്. ആ കല്ല് പെൻസിൽ, കൊച്ചു കുട്ടികളോടുള്ള ബന്ധത്തിൽ ആ കല്ല് പെൻസിൽ എന്ന് പറഞ്ഞത്, കല്ല് പെൻസിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുമെന്തോ, പഴയ കാലത്തൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ആ സാധനം സ്ലേറ്റിൽ എഴുതുന്നത് അത് ആ കുട്ടികൾക്ക് വലിയ കാര്യമായിരിക്കാം. നമുക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ വലിയ കാര്യമായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം, നിങ്ങൾ അങ്ങനെ സൂക്ഷിക്കുക. അത് ഉപദേശമായിട്ട് വരരുത്, അതൊരു ഉപദേശമാണെന്ന് പറഞ്ഞ് വരരുത്. കാരണം ദൈവമക്കളെ സംബന്ധിച്ച് ഈ ഭൂമിയിലുള്ള സകല കാര്യങ്ങളെയും കാണുന്നത് തീക്ക് വേണ്ടി വെച്ചിരിക്കുന്നതായിട്ടാണ്. നിങ്ങളിതൊരു വെളിപ്പാടായിട്ട് എടുക്കണം. നിങ്ങളൊരു ന്യൂജൻ പെന്തിക്കോസുകാരനായിരിക്കാം, പെന്തിക്കോസുകാരി ആയിരിക്കാം, അല്ല നിങ്ങളൊരു ക്ലാസിക്കൽ പെന്തിക്കോസോ അങ്ങനത്തെ ഉള്ള എന്തെങ്കിലും കോഴ്സ് ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ എല്ലാം മുമ്പിൽ ഞാൻ വളരെ കൃത്യമായിട്ട് ഒന്ന് രണ്ട് കാര്യം വെക്കുകയാണ്. നാം വന്നിരിക്കുന്ന ദൈവരാജ്യം എന്ന് പറയുന്നത് തികച്ചും ആത്മീയ വിഷയങ്ങളാണ്, ആത്മീയ വിഷയങ്ങളാണ്, ഉയരത്തിലെ കാര്യങ്ങളാണ്, ഗൗരവതരമായ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങൾ ഇരിക്കുന്നു. ഇനി മറു സൈഡിൽ നാം ഇപ്പോൾ ആയിരിക്കുന്ന ഈ ഭൂമിയെക്കുറിച്ച് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള സമസ്ത കാര്യങ്ങളെയും തീക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ് പത്രോസ് പറയുന്നത്. നമ്മുടെ ബഹുമാനനായ അപ്പോസ്തലൻ പറയുന്നത് ഈ ഭൂമിയിലുള്ള സമസ്ത കാര്യങ്ങൾ തീക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. തീ കത്താൻ ആരംഭിക്കുന്നേ ഉള്ളൂ, ഇപ്പോൾ കത്തിയിട്ടില്ല, കത്തും, കത്തും, ഗ്യാരണ്ടിയാണ്. പിന്നെ ഈ ഭൂമിയിലുള്ള സകല കാര്യങ്ങളെയും നമ്മുടെ പ്രിയങ്കരനായ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് ചവറെന്നാണ്, അഥവാ ട്രാഷ് എന്ന്. ചവറെന്ന് പറയുമ്പോൾ ഇവിടെ കാണുന്ന എല്ലാം ചവറാന്നാണോ അർത്ഥം? ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ലാപ്ടോപ്പ് ഇത് ചവറാണോ? ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പുകഴാനുള്ളതും നമുക്ക് രസിക്കാനുള്ളതും നമുക്ക് ആശ്രയിക്കാനുള്ളതുമായ എല്ലാ മേഖലകളെയും പൗലോസ് പറയുന്നത് ഇതെല്ലാം ചവറാണ്, ഇതെല്ലാം തീക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിലൊന്നും ആശ്രയിക്കരുത്, ഇതിലൊന്നും പ്രശംസിക്കരുത്, ഇതിലൊന്നും ചാരരുത്, ഒന്നിലും ചാരരുത് എന്നുള്ളതാണ്, ഒന്നിലും ചാരരുതെന്നുള്ളതാണ്. അതിനുള്ള വേറൊരു മുന്നറിയിപ്പും കൂടെ നമുക്ക് തരുന്നത് ഈ വാഗ്ദത്ത ഭൂമിയിലേക്ക് കടക്കുമ്പോൾ ഒരു പ്രിയ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ പേര് മിസ്റ്റർ ആഖാൻ എന്നാണ്. മിസ്റ്റർ ആഖാൻ. ഈ മിസ്റ്റർ ആഖാൻ ജെറീക്കോയിലെ കുറച്ച് വെള്ളിയും പൊന്നും പിന്നെ കുറേ വസ്ത്രങ്ങളൊക്കെ കണ്ടപ്പോൾ ഒന്ന് മോഹിച്ചുപോയി. ആ മോഹം അദ്ദേഹത്തെ അതെല്ലാം എടുത്തുകൊണ്ട് പോകാനായിട്ട് പ്രേരിപ്പിച്ചു. അങ്ങനെ അതെല്ലാമായിട്ട് അദ്ദേഹം പോയ വഴിക്ക് നമ്മൾ അദ്ദേഹത്തോടൊരു ഇൻ്റർവ്യൂ നടത്തുകയാണെങ്കിൽ അദ്ദേഹം പറയും, നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ പെട്ടകം ചുമന്നുകൊണ്ട് മാത്രം നടന്നാൽ മതിയോ? നമ്മൾ ഈ പെട്ടകം ചുമന്നതിൻ്റെ പേരിൽ ഈ കാര്യങ്ങളെല്ലാം വാരിക്കൊണ്ട് പോകണ്ടേ? എങ്കിലല്ലേ നാളെ നമുക്ക് പറയാൻ പറ്റൂ പെട്ടകം ചുമന്നതിൻ്റെ പേരിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചു, വെള്ളിയും പൊന്നും പിന്നെ ധൂമ്ര വസ്ത്രമൊക്കെ എടുക്കാനായിട്ട് സഹായിച്ചു എന്നൊക്കെ പറയാൻ പറ്റുമല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്, ആഖാൻ. പക്ഷെ പിന്നീട് എന്നാ സംഭവിച്ചത്? പിന്നീട് ആഘോർ താഴ്വര തന്നെ ഉണ്ടായി. പിന്നീട് ഉണ്ടായത് ആഘോർ താഴ്വരയാണ്. ആഘോർ താഴ്വരയിൽ അദ്ദേഹം കാലം ചെയ്തു. അദ്ദേഹത്തിൻ്റെ കബറിടത്തിൻ്റെ പേരാണ് ആഘോർ താഴ്വര. അദ്ദേഹത്തെ കബറടക്കിയിരിക്കുന്ന എവിടെയാണ്? ആഘോർ താഴ്വരയിൽ. പലതും കണ്ട് മോഹിച്ചും പിറുപിറുത്തും പറഞ്ഞും ഒക്കെ ആയിരിക്കും പോയത്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു അന്ത്യവിശ്രമം അവിടെ കിട്ടിയത്. നമുക്ക് അങ്ങനെ ഒരു അന്ത്യവിശ്രമമാണോ വേണ്ടത്? ആഘോർ താഴ്വര കിടക്കാനാണോ വിളിച്ചിരിക്കുന്നത്? അല്ലല്ലോ. അപ്പം നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പം പറഞ്ഞതുപോലെ എന്താ പറഞ്ഞത്? വാഗ്ദത്ത ഭൂമിയിലുള്ള ഈ 7 കൂട്ടം കാര്യങ്ങളും നമ്മുടേതാക്കി മാറ്റുക.
അവിടുത്തെ പാലും തേനും ഒഴുകുന്ന ഈ അനുഭവങ്ങൾ അത് നാം നമ്മുടേതാക്കി മാറ്റുക, നമുക്കായിട്ട് അത് നമ്മുടേതാക്കി മാറ്റുക, നാം അത് അനുഭവിക്കുക, അതാണ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ആ ഒരു നിലയിലേക്ക് നമ്മുടെ ജീവിതം മാറ്റപ്പെടേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പല കാര്യങ്ങളിലേക്ക് ഞാൻ എത്തിപ്പെട്ടിട്ടില്ല, അതെനിക്കറിയാം. അത് ദൈവം അനുവദിച്ച് നമുക്ക് അടുത്ത ദിവസം ആ കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ പറഞ്ഞു കൊണ്ടുവന്ന് ഞാൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ കിടന്ന നമ്മെ വിടുവിച്ച് ചെങ്കടൽ കടത്തി മരുഭൂമിയിലൂടെ കൊണ്ടുവരുന്ന സമയത്ത് മരുഭൂമിയിൽ പിറുപിറുത്താൽ തീർന്നുപോയി. അതാണ് ചരിത്രം, ഇസ്രായേലിൻ്റെ ചരിത്രമാണ്. സ്വർഗത്തിലെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താ? മരുഭൂമി താണ്ടണം, മരുഭൂമിയിൽ നിന്ന് വേഗം മുന്നോട്ട് വന്ന് വാഗ്ദത്ത ഭൂമിയിലെ അനുഭവങ്ങളിൽ എത്തിച്ചേരണം. അങ്ങനെ വാഗ്ദത്ത ഭൂമി വന്ന് ഈ പാലും തേനും അനുഭവിക്കുകയും ഈ പറയപ്പെട്ടതെല്ലാം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നാം ആത്മീയത്തിൽ കരുത്തുറ്റവരാകും. അന്നേരം നമ്മുടെ വായിൽ നിന്ന് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള വാക്കുകളോ വർത്തമാനങ്ങളോ വരില്ല, ഒരു കാരണവശാലും വരില്ല. നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയ നന്മ എന്ന വിഷയം നമ്മളതിങ്ങനെ വിവക്ഷിക്കുന്നു, പരിശുദ്ധാത്മാവിനെ നമുക്ക് പകർന്നതാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നു. വേറൊരാളത് അങ്ങനെയല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അയാളെ ശാസിക്കാനൊന്നും പോകുന്നില്ല. അവരുടെ വിശ്വാസമായിട്ട് അവർ മുന്നോട്ട് പോകട്ടെ. നമ്മളത് ഈ ബോധ്യത്തിൽ ഇങ്ങനെ തന്നെ അവസാനം വരെ പോകണമെന്നാണ് ധരിക്കുന്നത്. അതാണ് നമ്മുടെ ബോധ്യം. നമുക്ക് പകരപ്പെട്ട് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. അങ്ങനെ പോയാൽ ആരോഗ്യത്തോടെ അവസാനം വരെ പോകാം. ഇതെല്ലാമാണ് നാം ഇന്ന് ചിന്തിച്ചത്. അപ്പോൾ ഈ ചിന്തിച്ച കാര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി, കാഹളത്തിന് വേണ്ടി നമുക്ക് കാതോർത്തിരിക്കാം. അതിന് സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.